നമുക്ക് മീറ്റിംഗ് ആരംഭിക്കാം. പ്രേയർ റവറൻഡ് ചെറിയ തോമസ് ബെർസാൻ സീമസ്. മനോഹരമായ സമയത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, മനോഹരമായ ഭൂമിയിൽ പാർക്കുവാനും അവിടുത്തെ സൃഷ്ടിയുടെ മനോഹരത കാണുവാൻ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ തരുന്ന ദൈവകൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം. ഈ സ്ഥാപനത്തെയും അതിൻ്റെ ലളിതമായ പ്രവർത്തനങ്ങളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞകാല യാത്രകളിൽ ദേശത്തിന് അനുഗ്രഹമായി തീരുവാൻ അങ്ങ് സഹായിച്ചല്ലോ. താഴ്ന്നത്തെ പ്രോഗ്രാമിലും അവിടുത്തെ സാന്നിധ്യവും കൃപയും കൂടെയിരിക്കണമേ. ദൈവിക കൃപകൾ അനുഭവിക്കുന്നൊപ്പം തന്നെ സൃഷ്ടിയുടെ മഹത്വം കാണുവാനും ദൈവകൃപ അനുഭവിപ്പാൻ സഹായിക്കണം. നോത്ത് വൈകുന്നവരെയും കരങ്ങളിലേക്ക് താഴ്ത്തിട്ട് കൃപയാദർശിക്കണം. കർത്താവും വിശുദ്ധവുമായ മെസ്സിഹ മൂലം ഞങ്ങൾ അങ്ങയുടെ അപേക്ഷിക്കുന്നു. ആമേൻ. പ്രൊഫസർ ഡോക്ടർ വർഗീസ് സി ജോഷുവ സർ, പ്രിൻസിപ്പൽ ഓഫ് CMS കോളേജ്. ഇന്നത്തെ വിശിഷ്ട അതിഥി മിസ്റ്റർ സന്തോഷ് ജോർജ് കുളങ്ങര, കോളേജ് ബർസർ റവറൻഡ് ചെറിയാൻ തോമസ് അച്ഛൻ, കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ റീനു ജേക്കബ് മാം, സംയുക്ത, മറ്റു പ്രിയപ്പെട്ട അധ്യാപകരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. സത്യം പറഞ്ഞ ഒരല്പം ടെൻഷനുണ്ട്. അതിന് കാരണം ഞാൻ ജീവിതത്തിൽ ഒരുപാട് കാണാനും കേൾക്കാനും ആഗ്രഹിച്ച ഒരാൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. സാധാരണ ഇതിലിങ്ങനെ ടെൻഷൻ ആവാറില്ല. കാര്യം സംസാരിക്കുന്ന ആളുകളുടെ സംസാരം കൃത്യമായി ശ്രദ്ധിച്ച് അതിന് കൃത്യമായി മറുപടി കൊടുക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മുടെ കലാലയത്തിൽ ഇന്ന് എത്തിയിരിക്കുന്ന വിശിഷ്ട അതിഥി തീർച്ചയായിട്ടും നമ്മുടെ വാക്കുകൾ ശ്രദ്ധിക്കുമെന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു ടെൻഷൻ. അപ്പോൾ ഏതായാലും അത് ഞാൻ മറച്ചു വയ്ക്കുന്നില്ല. എനിവേ, ഈ ഒരു മനോഹര ദിവസം ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. സമയം കളയാതെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. CMS കോളേജിൻ്റെ ഓരോ പ്രോഗ്രാമുകളും തീർത്തും വ്യത്യസ്തമായ നിലയിൽ അവതരിപ്പിക്കുന്നതിന് നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പളിന് ഒരു പ്രത്യേക മികവുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അക്കാഡമിക് ടൂറിസം എന്ന് പറയുന്ന ഒരു നൂതന ആശയം ഒരു പക്ഷേ നമ്മുടെ രാജ്യത്തെയോ അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ സംരംഭം എന്ന് നമ്മൾ അവകാശപ്പെടുന്നില്ലെങ്കിൽ പോലും പൊതുവെ കലാലയങ്ങളിൽ കേട്ടുകേൾവിയില്ലാത്ത ഈ അക്കാഡമിക് ടൂറിസം എന്ന് പറയുന്ന ഒരു മനോഹരമായ പദ്ധതി ആവിഷ്കരിക്കാനുള്ള ഒരു ഹൃദയം കാണിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രോഗ്രാമിനെ കുറിച്ച് ഈ കലാലയത്തിൽ ആരോട് ചോദിക്കണം എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, നമ്മുടെ പ്രിൻസിപ്പളിനോട് തന്നെ ചോദിച്ചാൽ അതിൻ്റെ ഏറ്റവും മൈന്യൂട്ടായിട്ട് ഡീറ്റെയിൽസ് അറിയാൻ കഴിയുള്ളൂ. അപ്പോൾ വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമിലൂടെ, അവതരണങ്ങളിലൂടെ കലാലയ രംഗത്ത് മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിന് നമ്മുടെ നേതൃത്വം വഹിക്കുന്ന ഈ ഒരു പ്രോഗ്രാമിൻ്റെ എല്ലാമായ നമ്മുടെ പ്രിയങ്കരനായ പ്രൊഫസർ ഡോക്ടർ വർഗീസ് സി ജോഷുവ സാറിനെ ഈ പ്രോഗ്രാമിലേക്കും അതുപോലെ തന്നെ അധ്യക്ഷ പദവിയിലേക്കും വളരെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് രാവിലെയാണ് സ്വാഗതം ആശംസിക്കുക എന്നുള്ള കടമയെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ആദ്യം സാധാരണ കുട്ടികൾ പറയാനുള്ളത് പോലെ കിളിപോയൊരു അവസ്ഥയിലായിരുന്നു. പിന്നീട് ഞാൻ പെട്ടെന്ന് ചിന്തിച്ചപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി. ഇദ്ദേഹത്തെ പോലെ ഒരാൾക്ക് പ്രത്യേകിച്ച് ഗൂഗിൾ നോക്കി വായിച്ച് മലയാളികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരാളല്ല. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് വർക്ക് ചെയ്യേണ്ട വരുന്ന എല്ലാ ആളുകൾക്കും, മലയാളികൾക്കെല്ലാം സുപരിചിതനായ ഒരു വ്യക്തിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം അല്പം ഹാപ്പിയായി. യാത്രകളെ ഇഷ്ടപ്പെടുന്ന, യാത്രകളെ കുറിച്ച് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന മലയാളികൾക്കും ഭാരതീയരായ എല്ലാവർക്കും ഏറ്റവും സുപരിചിതനായ ഒരു വ്യക്തിയാണ് കോട്ടയംകാരനായ മലയാളിയായ നമ്മുടെ എല്ലാം സന്തോഷ് സാർ. അപ്പോൾ സാറിനെ ഈ കലാലയത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി, ഈ കേരളത്തിലെ ഏറ്റവും പുരാതനമായ കലാലയത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി ഒരുപക്ഷെ ഞാൻ ഉൾപ്പെടെ, ഞാൻ NSSന്റെ പ്രോഗ്രാം ഓഫീസറായിരുന്ന കാലം മുതൽ സാറിൻ്റെ നമ്പറൊക്കെ സംഘടിപ്പിച്ച് ഒരുപാട് ട്രൈ ചെയ്തു, പക്ഷേ ലഭിച്ചില്ല. പല ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപകരും എന്നോട് സംസാരിച്ചു ഈ ദിവസങ്ങളിൽ. അവരെല്ലാം പല നിലകളിൽ പല സ്വാധീനങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ പ്രിയങ്കരനായി മലയാളിയെ ഈ ക്യാമ്പസിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. അപ്പോൾ തീർച്ചയായിട്ടും അക്കാഡമിക് ടൂറിസം എന്ന് പറയുന്ന ഈ നൂതന ആശയം അത് ഇനാഗ്രേറ്റ് ചെയ്ത് സംസാരിക്കാൻ ഏറ്റവും അനുയോജ്യനായ ഒരു മലയാളിയെ തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മറ്റ് വിശേഷണങ്ങളൊന്നും കൊടുക്കാതെ നമ്മുടെ എല്ലാ ഹൃദയത്തിൽ ഇടം നേടിയ, നമ്മൾ കാണാൻ ആഗ്രഹിച്ച, കേൾക്കാൻ ആഗ്രഹിച്ച, ഒരുപാട് കേൾക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ഇന്നത്തെ മുഖ്യ അതിഥിയായ ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര അവറുകളെ
CMS കോളേജിന്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന CMS ഫാമിലിയുടെ ഓരോ അംഗങ്ങളുടെ പേരിലും വളരെ സ്നേഹത്തോടെ കലാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കോളേജിന്റെ ചെറുതും വലുതുമായ എല്ലാ പ്രവർത്തനങ്ങളിലും അഹോരാത്രം പ്രവർത്തിക്കുന്ന ഒരു ചെറുപുഞ്ചിരിയോടെ, ഒരു സ്നേഹത്തോടെ, ഒരു വാത്സല്യത്തോടെ നമ്മുടെ മുന്നിൽ എത്തുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട റീനു ജേക്കബ് മാമാണ് ഈ ചടങ്ങിന് ഔദ്യോഗികമായി നന്ദി അർപ്പിക്കാൻ നമ്മുടെ കൂടെ ഉള്ളത്. റീനു മിസ്സിനെ, കോളേജിന്റെ വൈസ് പ്രിൻസിപ്പളായ റീനു മിസ്സിനെ വളരെ സ്നേഹത്തോടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, നമ്മൾ പാരമ്പര്യങ്ങളും എല്ലാം അവകാശപ്പെടുന്നു. 200 വർഷങ്ങൾക്കേറെയായി ഈ കലാലയം സ്ഥാപിച്ചിട്ടെന്നുള്ള എല്ലാം നമുക്കറിയാം. ഈ കലാലയത്തിന്റെ പിറവി മുതൽ അന്നു മുതൽ ഇന്നോളം നമ്മുടെ കൂടെ എപ്പോഴും ചില ആത്മീയ നേതൃത്വങ്ങളുണ്ട്, നമ്മളെ മുന്നിലേക്ക് നയിക്കുന്ന ശക്തികളായി. തീർച്ചയായും കോളേജിന്റെ ബർസർ റെവറൻ ചെറിയാൻ തോമസ് അച്ഛൻ നമ്മോടൊപ്പം ഉണ്ട്. പ്രാർത്ഥനയാൽ ഈ പ്രോഗ്രാമിനെ ധന്യമാക്കിയ അച്ഛനെ ഈ പ്രോഗ്രാമിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. 3000-ലേറെ വരുന്ന വിദ്യാർത്ഥികളെ പ്രതിനിധീകരിച്ചുകൊണ്ടും ഇവിടെ പഠിച്ചുപോയ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടും ഇന്ന് വേദിയിലുള്ളത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സുവോളജി ഡിപ്പാർട്ട്മെന്റിലെ 3rd ഇയർ വിദ്യാർത്ഥിനിയായ സംയുക്തയാണ്. കോളേജിന് വേണ്ടി കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ, സാമൂഹ്യ സേവന രംഗത്ത് ഒരുപാട് പ്രവർത്തനങ്ങളും അതിൻ്റെ അംഗീകാരങ്ങളും ഒക്കെ ലഭിച്ച ഒരു വിദ്യാർത്ഥിനിയാണ് സംയുക്ത. അതുമാത്രമല്ല, കഴിഞ്ഞ ഒരു വർഷക്കാലം, ഏകദേശം ഒരു വർഷക്കാലമായി നമ്മുടെ കലാലയത്തിൽ പലതരം ആളുകൾ വിസിറ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് മിക്കവാറും അവരെ ഗൈഡ് ചെയ്യാനുള്ള ഒരു അവസരം ഒരു NSS വോളണ്ടിയർ ലീഡർ എന്ന നിലയിൽ സംയുക്തയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അക്കാഡമിക് ടൂറിസത്തിന്റെ ഒരു അനുഭവം പങ്കുവയ്ക്കാൻ അനുയോജ്യയായ ഒരു വിദ്യാർത്ഥിനിയാണ് സംയുക്ത. സംയുക്തയെ ഏറെ സ്നേഹത്തോടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പ്രിയപ്പെട്ട എല്ലാ അധ്യാപകരെയും അനധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഒറ്റ വാക്കിൽ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മുൻ അധ്യാപകർ എത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സ് വന്നിട്ടുണ്ട്. പരിമിതി കൊണ്ട് പലർക്കും ഇതിൻ്റെ അകത്ത് പ്രവേശിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. സോ സാറിൻ്റെ വാക്കുകൾ കേൾക്കാൻ അത്രയേറെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. എത്തിച്ചേർന്ന എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഇന്ന് ഈ CMS കോളേജിലും ഈ ചടങ്ങിലും മുഖ്യാതിഥിയായിട്ടിരിക്കുന്ന അക്കാദമിക് ടൂറിസം എന്ന ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്ന ഏറ്റവും ആദരണീയനും നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ടവർ ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര സാറ്, കോളേജിൻ്റെ ബർസ ബഹുമാന്യനായ റവറൻ ചെറിയാൻ തോമസ് അച്ഛൻ, കോളേജിൻ്റെ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ റീനു ജേക്കബ്, ഡോക്ടർ അജീഷ്, സംയുക്ത, പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെ നീണ്ട ഒരു പ്രസംഗങ്ങളൊന്നും അല്ല ഇവിടെ നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. അധ്യക്ഷനെ കൂടാതെ മുഖ്യ അതിഥി മാത്രമേ പ്രസംഗിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ സമാധാനമായിട്ടിരിക്കാം. പ്രത്യേകിച്ച് മുഖ്യാതിഥിയുടെ പ്രസംഗത്തിനും വാക്കുകൾക്കുമാണ് ഞാൻ നിങ്ങൾ കാത്തിരിക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും 2 കാര്യങ്ങൾ കൊണ്ട് അധ്യക്ഷൻ എന്നുള്ള നിലയിൽ ചില കാര്യങ്ങൾ എനിക്ക് പറയേണ്ട ഉത്തരവാദിത്വം ഉണ്ട്. ഒന്ന്, അധ്യക്ഷൻ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ എന്നുള്ള നിലയിൽ. രണ്ടാമത്തേത്, അക്കാദമിക് ടൂറിസം എന്ന് പറയുന്ന ഈ പദ്ധതി ഇന്ന് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ആ പദ്ധതിയെക്കുറിച്ചും മറ്റൊരു ഇൻട്രഡക്ഷൻ ഇല്ല എന്നുള്ളത് കൊണ്ടും അതിനുവേണ്ടി മാത്രമുള്ള സമയം മാത്രമാണ് ഞാൻ എടുക്കുന്നത്. ഡോക്ടർ അജീഷ് സ്വാഗതം പറഞ്ഞപ്പോൾ അക്കാദമിക് ടൂറിസം എന്ന് പറയുന്ന ഒരു നൂതനാശയം എന്ന് പറഞ്ഞെങ്കിലും കഴിഞ്ഞ 1-2 ദിവസങ്ങളായി പല മീഡിയയും ഇതിനെക്കുറിച്ച് ധാരാളം വാർത്തകളും കഴിഞ്ഞ 1 വർഷമായിട്ട് ഇന്ത്യ ഒട്ടുക്ക് ശ്രദ്ധിക്കുകയും വാർത്തകൾ വരികയും ചെയ്തു. നാളെ ഹിന്ദു പത്രത്തിൽ നേഷൻ വേഡ് ഇതിനെക്കുറിച്ചൊരു വാർത്ത വരുന്നുണ്ട്. പലരും ഈ നൂതനാശയം എന്ന രീതിയിൽ തന്നെ എന്നോട് പ്രതികരിക്കുകയും ചെയ്തു. പക്ഷെ വാസ്തവത്തിൽ ഇത് ഒരു നൂതനാശയം അല്ല എന്നുള്ളതാണ് സത്യം. കാരണം ടൂറിസത്തിൻ്റെ ചരിത്രം, ഞാൻ ഉദ്ദേശിക്കുന്നത് മോഡേൺ ടൂറിസമാണ്. മോഡേൺ ടൂറിസത്തിൻ്റെ ചരിത്രം, മോഡേൺ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. മോഡേണിറ്റി ലോകത്തിൽ വന്നത് 17-ാം നൂറ്റാണ്ടിലാണ് എല്ലാ അർത്ഥത്തിലും.
മോഡേണിസം, ഇത് മാത്തമാറ്റിക്സിലാണ് വന്നത്. പിന്നീട് അത് ഫിസിക്സിലും ലിറ്ററേച്ചറിലും ഏറ്റവും കൂടുതലായിട്ട് മെഡിക്കൽ സയൻസിലും അത് സംഭവിച്ചു. ഞാൻ ആ പറയുന്ന മോഡേണിസമാണ്. ആ അർത്ഥത്തിൽ മോഡേൺ ടൂറിസം ആരംഭിക്കുന്നത് യൂറോപ്പിലാണ്. അത് ഗ്രാൻഡ് ടൂർ എന്ന് പറയുന്ന ഒരു സംഗതിയായിട്ടാണ്. ഇത് നിങ്ങൾക്ക് പരിശോധിക്കാവുന്ന ഒരു കാര്യം. ഫ്രാൻസിലും ഇറ്റലിയിലും ജർമ്മനിയിലും ഗ്രീസിലുമുള്ള പ്രധാനമായിട്ടുള്ള നോബിൾ പീപ്പിൾ നടത്തിയിരുന്ന ഒരു ടൂറാണ് ഗ്രാൻഡ് ടൂർ എന്നറിയപ്പെടുന്നത്. വാസ്തവത്തിൽ അത് അക്കാദമിക് ടൂറായിരുന്നു. കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി, എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി നടത്തുന്ന ടൂർ. അതിനവർ അന്നറിയപ്പെട്ടിരുന്നത് ഗ്രാൻഡ് ടൂർ എന്നായിരുന്നു. അപ്പോൾ ടൂറിസത്തിൻ്റെ ആരംഭം, വാസ്തവത്തിൽ മോഡേൺ ടൂറിസത്തിൻ്റെ ആരംഭം ഗ്രാൻഡ് ടൂറാണ്. ആ ഗ്രാൻഡ് ടൂർ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് പറയുന്ന അക്കാഡമിക് ടൂറിസം തന്നെയാണ്. പിന്നീട് ഒരു പക്ഷേ അത് വിശാലമായ അർത്ഥത്തിൽ അത് എല്ലാ മേഖലയിലേക്കും കടന്നു കയറിയതാവാനാണ് സാധ്യത. ഒരു പക്ഷേ സന്തോഷ് സാറിന് അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാൻ സാധിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത് അത് എൻ്റെയോ നമ്മുടെയോ ഒരു പുതിയ ആശയമല്ല എന്നുള്ളൊരു കാര്യം ഞാൻ പറയുകയാണ്. പക്ഷേ എങ്കിലും ഒരു പക്ഷേ ഇന്ത്യയിലെ കോളേജുകളും യൂണിവേഴ്സിറ്റികളും ഒരു ഔദ്യോഗികമായിട്ട് ഇതൊരു പദ്ധതിയായിട്ട് പ്രഖ്യാപിക്കുന്നത് വളരെ അപൂർവമായിരിക്കാം. ആ അർത്ഥത്തിലായിരിക്കാം മീഡിയ ഇത് ഒരു പക്ഷേ ഏറ്റെടുത്തതെന്നാണ് ഞാൻ കരുതുന്നത്. ആ വാക്ക് പുതിയതല്ല. മറ്റൊരു കാര്യം, ഈ ടൂറിസം എന്ന് പറയുന്ന വാക്ക്, അതിൻ്റെ എറ്റിമോളജി പരിശോധിച്ചാൽ ടോണോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ടൂർ വരുന്നത്. ടോണോസിൻ്റെ അർത്ഥം സർക്കിൾ എന്നാണ്. എൻ്റെ സബ്ജക്റ്റ് മാത്തമാറ്റിക്സ് ആണ്. മാത്തമാറ്റിക്സിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല ഫിഗർ സർക്കിളാണ്. സർക്കിൾ, ചുറ്റിക്കറങ്ങുക എന്നുള്ള അർത്ഥത്തിൽ. ആ വാക്കിൽ നിന്നാണ് ടൂർ എന്ന് പറയുന്ന വാക്കിൻ്റെ എറ്റിമോളജി. ഇത് പിന്നെ ലാറ്റിനിൽ വന്നു, പിന്നീട് ഇംഗ്ലീഷിൽ വന്നു, ഓൾഡ് ഇംഗ്ലീഷിൽ വന്നു. ടൂറിസം ഒക്കെ ഉണ്ടായത്. എൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു വന്നത് ഈ ഗ്രാൻഡ് ടൂർ 17-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ അവതരിപ്പിക്കപ്പെട്ട, പ്രത്യേകിച്ച് ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി, ഗ്രീൻസ് രാജ്യങ്ങളിലെ നോബിൾ പീപ്പിൾ അവതരിപ്പിച്ച ഗ്രാൻഡ് ടൂർ തന്നെയാണ് നമ്മളുടെ അക്കാഡമിക് ടൂറിസം. ഏതാണ്ട് അതേ അർത്ഥത്തിൽ തന്നെ. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇവിടെ നമ്മുടെ കോളേജിൽ എന്താണ് കാണാനുള്ളത്? കഴിഞ്ഞ ദിവസം മീഡിയ ഒക്കെ എന്നോട് ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഗ്രാൻഡ് ടൂറിൽ 4 മേഖലകളായിരുന്നു അവർ മുന്നോട്ട് വെച്ചത്. ഒന്ന് ഹിസ്റ്ററി, 2 കൾച്ചറൽ ഹെറിറ്റേജ്, പിന്നെ എഡ്യൂക്കേഷൻ പർപ്പസുമായിട്ടുള്ള കാര്യം. നമ്മുടെ കോളേജിനെ സംബന്ധിച്ചും നമ്മൾ ഷോക്കേസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 4 മേഖലകൾ ഇത് തന്നെയാണ്. ഒന്ന് ഹിസ്റ്ററിക്കൽ, അല്ലെങ്കിൽ നമ്മളുടെ ഹെറിറ്റേജ്, CMS കോളേജിൻ്റെ ഹെറിറ്റേജ് ആണ് ടൂറിസത്തിലൂടെ നമ്മൾ തുറന്നു കൊടുക്കുന്നത്, അക്കാദമിക് സമൂഹത്തിന് പ്രത്യേകിച്ച്. എന്താണ് നമ്മളുടെ ഹെറിറ്റേജ്? യുനെസ്കോയുടെ നിർവചനം അനുസരിച്ച് ഹെറിറ്റേജ് എന്ന് പറയുന്നത് റിച്ച് ആകുന്നത് അതിൻ്റെ ഡൈവേഴ്സിഫൈഡ് സ്വഭാവം കൊണ്ട്. എത്രമാത്രം ഡൈവേഴ്സിഫൈഡ് ആണോ അത്രമാത്രം ഹെറിറ്റേജ് റിച്ച് ആയിരിക്കും. CMS കോളേജിൻ്റെ ഹെറിറ്റേജ് റിച്ച് ആണെന്ന് നമ്മൾ പറയുന്നതിൻ്റെ കാരണം അതിൻ്റെ ഡൈവേഴ്സിറ്റിയാണ്. ഒന്നാമത്തേത് ഞാൻ ഈ പറഞ്ഞ ഗ്രാൻഡ് ടൂറിൽ സംഭവിച്ച ഹിസ്റ്ററിക്കൽ. ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസം അല്ലെങ്കിൽ മോഡേൺ യൂണിവേഴ്സിറ്റി സിസ്റ്റം ജനിച്ചത് ഈ മണ്ണിലാണ്. 1817 കേംബ്രിഡ്ജ്, ഓക്സ്ഫോർഡ് സർവകലാശാലകളുടെ മോഡലിൽ. അതിനുശേഷം 40 വർഷം കഴിഞ്ഞിട്ടാണ് ഇന്ത്യയിലെ ആദ്യത്തെ മോഡേൺ യൂണിവേഴ്സിറ്റീസ് ഉണ്ടായത്, മദ്രാസ്, ബോംബെ, കൽക്കട്ട. അതിന് 40 വർഷം മുമ്പ് മോഡേൺ യൂണിവേഴ്സിറ്റി സിസ്റ്റം ഇവിടെ ഉണ്ടായിരുന്നു. കേംബ്രിഡ്ജ്, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ മോഡലിൽ ഇവിടെ 2 കരിക്കുലം ഉണ്ടായി. അതിലൊരു കരിക്കുലം മാത്തമാറ്റിക്സ് ആണ്. ഇന്ത്യയിൽ മോഡേൺ യൂണിവേഴ്സിറ്റി സിസ്റ്റത്തിലുണ്ടായ ആദ്യത്തെ കരിക്കുലം മാത്തമാറ്റിക്സ് ആണ്, യൂക്ലിഡിൻ്റെ കരിക്കുലമാണ്. ആ മണ്ണിതാണ്. അപ്പോൾ മാത്തമാറ്റിക്സിൻ്റെ ഒരു മോഡേൺ മാത്തമാറ്റിക്സിൻ്റെ സിലബസ് ഉണ്ടായതിൻ്റെ ചരിത്രം പഠിക്കേണ്ടവർക്ക് ഇന്ത്യയിൽ വരേണ്ട സ്ഥാപനം CMS കോളേജാണ്. നമ്മുടെ ലൈബ്രറിയുടെ വാതിക്കൽ മ്യൂറൽ പെയിൻറ്റിങ്ങിൽ യൂക്ലിഡിനെ വരച്ചിരിക്കുന്നത് അതുകൊണ്ടാണ്. എന്നോട് ഇവിടെ വരുന്ന മാത്തമാറ്റീഷ്യൻസ് ചോദിക്കും, എന്തുകൊണ്ട് യൂക്ലിഡ്? ഞാൻ എൻ്റെ സബ്ജക്റ്റ് മാത്തമാറ്റിക്സ് ആയതുകൊണ്ട് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു. 2 സിലബസാണ് മോഡേൺ യൂണിവേഴ്സിറ്റി തരത്തിൽ നമ്മുടെ ഇവിടെ 1817 ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ജോഗ്രഫിയും മാത്തമാറ്റിക്സും. ജോഗ്രഫിയും മാത്തമാറ്റിക്സും ആധുനിക സർവകലാശാലകൾ ലോകമാകമാനം ഒന്ന് ഫോളോ ചെയ്തിരുന്ന അതേ കരിക്കുലം. 2015 ഡൽഹിയിൽ
UGC പൈതൃക പദവിക്ക് വേണ്ടി നടത്തിയ ഇൻ്റർവ്യൂവിൽ അന്നത്തെ പ്രിൻസിപ്പലിനോടൊപ്പം വൈസ് പ്രിൻസിപ്പളായിരുന്ന ഞാൻ 1 മണിക്കൂറോളം UGC പ്രതിനിധികളുമായിട്ട് തർക്കത്തിലേർപ്പെടരുത്. തർക്കം ഇതായിരുന്നു. 1857 ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാലകൾ വന്നത്. 40 വർഷത്തിന് മുമ്പ് വന്നൊരു സ്ഥാപനത്തെ എങ്ങനെ കോളേജ് എന്ന് പറയാൻ പറ്റും? ഞങ്ങൾ അവതരിപ്പിച്ച വാദം ഇതായിരുന്നു. കോളേജ് എന്ന് പറയുന്നത് അവിടുത്തെ കരിക്കുലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷൻ്റെ അടിസ്ഥാനത്തിലല്ല. കരിക്കുലമാണ് ഡിസൈഡ് ചെയ്യുന്നത് കോളേജാണോ യൂണിവേഴ്സിറ്റിയാണോ. 1817 CMS കോളേജിൻ്റെ കരിക്കുലം ലോകമാകമാനമുള്ള യൂണിവേഴ്സിറ്റികളുടെ കരിക്കുലമായിരുന്നു, പ്രത്യേകിച്ച് 2 സബ്ജക്റ്റുകളിൽ, ജോഗ്രഫിയും മാത്തമാറ്റിക്സും. UGC അത് അംഗീകരിച്ചു, സെൻട്രൽ ഗവൺമെൻറ് അംഗീകരിച്ചു. ഈ അംഗീകാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 2015 നമുക്ക് CMS കോളേജിന് പൈതൃക പദവി തന്നത്. നമ്മുടെ എക്സിസ്റ്റൻസ്, CMS കോളേജ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1817 എന്ന് നമ്മൾ പറയുന്നത് ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ രേഖയുടെ അടിസ്ഥാനത്തിലാണ്, കരിക്കുലം. അപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞു, അക്കാഡമിക് ടൂറിസത്തിലൂടെ ഹിസ്റ്ററിക്കലായിട്ട് നമ്മൾ മുമ്പോട്ട് വെക്കുന്ന ഒരു രേഖ ഇതാണ്. ഒരു രേഖയല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട രേഖകളൊക്കെ നമ്മളുടെ മ്യൂസിയത്തിലുണ്ട്. ഇതിനെക്കുറിച്ച് പഠിക്കുന്നതിന്, കാണുന്നതിന് ഏത് തരത്തിലുള്ള അക്കാഡമിഷ്യൻസിനും ഇവിടെ വരാം. രണ്ടാമത്തേത് ആർക്കിടെക്ചറിലാണ്. ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ 7 ബിൽഡിങ്ങുകൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പൈതൃക പട്ടികയിലുണ്ട്. ഈ ഇരിക്കുന്ന ബിൽഡിംഗ്, ഈ തിയേറ്റർ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് മോഡേൺ ആയിട്ടുള്ളത്, ബാക്കി മുഴുവൻ പൈതൃക പദവിയുള്ള കെട്ടിടങ്ങളാണ്. ഈ പൈതൃക പദവി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ വാസ്തുശില്പവും ബ്രിട്ടീഷ് എഞ്ചിനീയറിംഗിൻ്റെയും സമന്വയമാണ്. കൊളോണിയൽ ആർക്കിടെക്ചർ എന്ന് നമ്മൾ വെറുതെ പറയും, പക്ഷേ വാസ്തവത്തിൽ അത് ബ്രിട്ടീഷ് എഞ്ചിനീയറിംഗിൻ്റെയും കേരള വാസ്തുശില്പത്തിൻ്റെയും സമന്വയമാണ്. ഇത് കാണുന്നതിനോ പഠിക്കുന്നതിനോ ഏത് ടൂറിസ്റ്റുകൾക്കും നമുക്കിവിടെ വരാം. ആർക്കിടെക്ചറാണ്. 7 വലിയ ബിൽഡിങ്ങുകളാണ് നമുക്കുള്ളത്. ഇതിനേക്കാൾ പ്രധാനപ്പെട്ടത് നമ്മുടെ നാച്ചുറൽ അസറ്റാണ്. നാച്ചുറൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്ലോറ ആൻഡ് ഫോണ. ഒരു പക്ഷേ നമുക്ക് ധൈര്യത്തിൽ ക്ലെയിം ചെയ്യാം, ഇപ്പം ഞാൻ പല യൂറോപ്യൻ രാജ്യങ്ങളിലുമുള്ള യൂണിവേഴ്സിറ്റികളിലുള്ള ബൊട്ടാണിക്കൽ ഗാർഡനുകൾ കണ്ടിട്ടുണ്ട്. 400 ഏക്കറുകളൊക്കെ ഉള്ള ബൊട്ടാണിക്കൽ ഗാർഡൻ കണ്ടിട്ടുണ്ട്. നമുക്ക് ആകെ 40 ഏക്കറുകൾ. പക്ഷേ ആ 400 ഏക്കർ എന്ന് പറയുന്നത് 2000 ഏക്കറുള്ള യൂണിവേഴ്സിറ്റി ക്യാമ്പസിൻ്റെ ഒരു ഭാഗത്താണ്. പക്ഷെ നമ്മളുടെ ക്യാമ്പസിൻ്റെ പ്രത്യേകത, ഇന്നലെ ഹിന്ദുവിൻ്റെ റിപ്പോർട്ടറോട് ഞാൻ പറഞ്ഞത്, ദ ഹോൾ ക്യാമ്പസ് ഇറ്റ്സെൽഫ് ഈസ് എ ബൊട്ടാണിക്കൽ ഗാർഡൻ. ദ ഹോൾ ക്യാമ്പസ്. കോളേജിൻ്റെ ഗേറ്റിൽ നിൽക്കുന്ന ഒരു മരം ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് സംരക്ഷിതമായിട്ടുള്ളൊരു മരമാണ്. 1650 സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് ആണ് നമ്മുടെ ക്യാമ്പസിൽ നിൽക്കുന്നത്. ഈ 1650 സ്പീഷീസിൽ 250 പരം എൻഡേഞ്ചേർഡോ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡോ ആണ്. സംരക്ഷിക്കപ്പെടേണ്ടതാണ്, നമ്മൾ സംരക്ഷിക്കുന്നതാണ്. ഇപ്പോൾ ഇന്നിപ്പോൾ അക്കാഡമിക് ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ മീറ്റിംഗ് നടക്കുമ്പോൾ നമ്മുടെ ക്യാമ്പസിൽ 2 ഗ്രൂപ്പ് ഉണ്ട്. 2 ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട് ക്യാമ്പസിലുണ്ട്. അവർ അത് മുതിർന്നവരുണ്ട്, കൊച്ചുകുട്ടികളുണ്ട്. ഈ 1650 സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് വരുമ്പോൾ ആ പ്ലാന്റ്സിൻ്റെ ചുവട്ടിൽ വരുന്ന, അല്ലെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റി വരുന്ന ഒരു എക്കോസിസ്റ്റം ഫോണ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടിനും 206 വർഷത്തെ ചരിത്രം അല്ലെങ്കിൽ ഒരു പൈതൃകമുണ്ട്. ഒരു പക്ഷേ ഇന്ത്യയിൽ ഇത്രയും റിച്ച് ആയിട്ടുള്ള ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ എവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. ഇത്ര റിച്ച് ആയിട്ടുള്ള 1650 സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് ആക്സസ് ആയിട്ടുള്ളത്, നാച്ചുറൽ. അഞ്ചാമത്തേത് നമ്മൾ ബോധപൂർവം സൃഷ്ടിച്ച ആർട്ട് ആൻഡ് കൾച്ചർ. കഴിഞ്ഞ ദിവസം മാധ്യമം പത്രം റിപ്പോർട്ട് ചെയ്തു, ഒരുപക്ഷെ ഒരു ക്യാമ്പസ് എന്നുള്ള നിലയിൽ ഏറ്റവും കൂടുതൽ സ്കൾപ്ചേഴ്സ് ഉള്ളത് നമ്മുടെ ക്യാമ്പസിൽ 67 സ്കൾപ്ചേഴ്സാണ് നമ്മുടെ ക്യാമ്പസിലുള്ളത്. 6 വലിയ ശില കൊണ്ടുള്ള സ്കൾപ്ചറും ഒരു മെറ്റൽ റിലീഫ്. നമ്മുടെ സിമെൻറ്റ് റിലീഫ് 5500 സ്ക്വയർ ഫീറ്റാണ്. ഒരു ഏജൻസി നമുക്ക് ദി ലാർജസ്റ്റ് റിലീഫ്, സിമെൻറ്റ് റിലീഫ് ഇൻ ദ വേൾഡ് എന്നുള്ളതാണ് തന്നിരിക്കുന്നത്. ഹിസ്റ്ററിക്കലാണ്. 67 സിമെൻറ്റ് റിലീഫ്, 60 സിമെൻറ്റ് റിലീഫും ഈ 7 റിലീഫും. കൾച്ചറൽ ആർട്ട്. നമ്മുടെ ലൈബ്രറി അലങ്കരിച്ചിരിക്കുന്നത് 150 പരം പെയിൻറ്റിങ്ങുകളാണ്. ഒരു എക്സിബിഷന് പോയാൽ പോലും നമ്മൾക്ക് കിട്ടുന്നത് 30-40 പെയിൻറ്റിങ്ങുകളുടെ കളക്ഷനാണ്. ഇവിടെ 150 പെയിൻറ്റിങ്ങുകൾ. അതിൽ 30ഓളം പെയിൻറ്റിങ്ങുകൾക്ക് 200 വർഷം പഴക്കമുള്ള പെയിൻറ്റിങ്ങുകളാണ്. അപ്പം ഇങ്ങനെ വിവിധ മേഖലകളിൽ. മറ്റൊന്ന്, ചില മോഡലുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ചില ഗ്രൂപ്പുകൾ ഇവിടെ വരുന്നത്, കഴിഞ്ഞ ദിവസം ഒരു ഗ്രൂപ്പ് വന്നത് നമ്മളുടെ വാട്ടർ സിസ്റ്റത്തെ കുറിച്ച് മാത്രം പഠിക്കുന്നതിനാണ്. കാരണം എന്താണെന്നറിയാമോ? നമുക്കിവിടെ 3200 ആളുകളുണ്ട് ദിവസം നമ്മുടെ ക്യാമ്പസിൽ, ഹോസ്റ്റലേഴ്സ് ഉൾപ്പെടെ.
ഈ 3200 പേർക്കുള്ള വെള്ളം, അതുപോലെ തന്നെ നമ്മുടെ ഇത്രയും പ്ലാന്റ്സിനും ജീവികൾക്കുമുള്ള വെള്ളം നമ്മളുടെ ക്യാമ്പസിൽ നിന്ന് തന്നെയാണ്. നമുക്കൊരു എക്സ്റ്റേണൽ കണക്ഷൻ ഇല്ല വാട്ടറിന്. വി ആർ സസ്റ്റൈനബിൾ ഇൻ വാട്ടർ, പ്യുവർ വാട്ടർ. 2 കിണറ്റിൽ നിന്നാണ് ഏതാണ്ട് 1.5 ലക്ഷം ലിറ്റർ വെള്ളം നമ്മൾ പമ്പ് ചെയ്യുന്നത്. അതിനോട് ചേർന്നുള്ള 40 സെന്റ് സ്ഥലം നമുക്ക് ഈ വാട്ടർ സ്റ്റോറേജിന് വേണ്ടി മാറ്റിയിട്ടിരിക്കുക. ഇത് പഠിക്കുന്നതിന് വേണ്ടി ആളുകൾ വരുന്നുണ്ട്. സസ്റ്റൈനബിൾ, ഇപ്പം യുനെസ്കോ ഒക്കെ സസ്റ്റൈനബിലിറ്റിയെ കുറിച്ച് പറയുന്നല്ലോ. നമ്മൾ വിദ്യാർത്ഥികളെ സസ്റ്റൈനബിലിറ്റി പഠിപ്പിക്കുന്നത് പുസ്തകത്തിലൂടെ അല്ല, വാട്ടർ സസ്റ്റൈനബിൾ ആണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുക. ഇപ്പൊ ഈ കുട്ടി നമ്മുടെ ഗ്രൂപ്പിലുള്ള വരുന്ന ആളുകളോട് സസ്റ്റൈനബിലിറ്റിയെ, വാട്ടറിന്റെ സസ്റ്റൈനബിലിറ്റിയെ കുറിച്ച്, നമ്മുടെ സസ്റ്റൈനബിലിറ്റിയെ കുറിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഇത് നമുക്ക് സമൂഹത്തിന് കൊടുക്കുന്ന ഒരു മോഡലാണ്. അപ്പം അക്കാഡമിക് ടൂറിസത്തിലൂടെ നമ്മൾ സൊസൈറ്റിയിലേക്ക് ഒരു മോഡൽ കൊടുക്കുന്നു, വേണ്ടി വന്നൊരു കൺസൾട്ടൻസി കൊടുക്കുക. ഇപ്പൊ ഇത് ഈ ഹോൾ ഉൾപ്പെടെ നമ്മുടെ കോളേജിന്റെ 50%, 320 കിലോ വാട്ട്സ് ആണ് നമ്മളുടെ ഒരു എനർജി ഉപയോഗം. 320 കിലോ വാട്ട്സിൽ 50% സോളാറാണ്. ഇതിപ്പോ പ്രവർത്തിക്കുന്നത് സോളാറിലാണ്. അടുത്ത 6 മാസത്തിനുള്ളിൽ 100% എനർജിയിൽ സസ്റ്റൈനബിലിറ്റിയൊക്കെ പോകും. പുതിയ ക്യാമ്പസുകൾ ബിൽഡ് ചെയ്യുന്നവർ എനർജി സസ്റ്റൈനബിലിറ്റിയെ കുറിച്ച് പഠിക്കാനായിട്ട് വരുന്നുണ്ട്. നമ്മുടെ ഫുഡ് കോർട്ട് കേരളത്തിലെ പല കോളേജുകൾക്ക് ഇപ്പോൾ മാതൃകയായി ഒരുപാട് കോളേജുകളിൽ ഇപ്പോൾ ഈ ജൂൺ മുതൽ ഫുഡ് കോർട്ടുകളുടെ പണി ആരംഭിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ കോളേജിന്റെ സെൻട്രൽ കിച്ചനാണ്. നമ്മുടെ കോളേജ് ക്യാമ്പസിൽ പുറത്തുനിന്നുള്ള ഫുഡ് അലൗഡ് അല്ല. ഫുള്ളി ഇതിനകത്ത് തന്നെ നമ്മൾ സെൽഫ് സഫിഷ്യൻ്റ് ആണ്. നമ്മുടെ ഹോസ്റ്റലിലേക്ക് കഴിവുള്ളിടത്തോളം ഓർഗാനിക് ഫുഡ്. ഇപ്പം നമ്മളിവിടെ ഇരിക്കുന്ന ഈ തിയേറ്റർ കേരളത്തിലെ ആദ്യത്തെ തിയേറ്ററാണ്, പ്രൊഫഷണൽ തിയേറ്റർ. ഇത് ക്യാമ്പസ്. നമുക്കറിയാം സംഭവിച്ചത്. അന്ന് തിയേറ്റർ പണിഞ്ഞു കഴിഞ്ഞ് ഇപ്പം 45ഓളം കോളേജുകളിൽ ഇപ്പം ഇതേപോലുള്ള തിയേറ്ററുകൾ വന്നു. ഈ തിയേറ്റർ കണ്ടു പഠിച്ച് ചെയ്യാനായിട്ട് ഒരു 20 കോളേജുകളിൽ നിന്നെങ്കിലും ഇവിടെ കൺസൾട്ടൻസിക്ക് ആൾ വന്നു. സെയിം തിയേറ്റർ, ദേ ബിൽഡ് ദ സെയിം തിയേറ്റർ. തിയേറ്ററിന്റെ പണി തുടങ്ങിയ സമയത്ത് ഞാൻ ഒരുപാട് വിമർശനം കേട്ടതാണ്. ഞാൻ പറഞ്ഞത് ഈ 6 മേഖലകളിലാണ് നമ്മൾ അക്കാഡമിക് ടൂറിസം തുറന്നു കൊടുത്തത്. വാസ്തവത്തിൽ ഇന്നിപ്പോൾ ഔദ്യോഗികമായിട്ട് ഇനാഗുറേറ്റ് ചെയ്യുന്നെങ്കിൽ കഴിഞ്ഞ 7-8 ഏതാണ്ട് ഒരു 9 മാസം കൊണ്ട് ഈ 6 മേഖലകളിൽ ചെറിയ വിദ്യാർത്ഥികൾ മുതൽ റിസർച്ചേഴ്സ് വരെ കൺസൾട്ടൻസിക്കും മോഡലിനും പഠിക്കുന്നതിനും ഇവിടെ വരുന്നുണ്ട്. എല്ലാ ഹോളിഡേയ്സിലും ഇന്നും ഉണ്ട് 2 ഗ്രൂപ്പ് നമ്മുടെ ക്യാമ്പസിലുണ്ട്. പക്ഷെ എങ്കിലും നമുക്കിതിനൊരു ഔദ്യോഗികമായിട്ടൊരു ഡിക്ലറേഷൻ വേണം. ഇപ്പം ഞാൻ നേരത്തെ ഡോക്ടർ അജീഷ് പറഞ്ഞതുപോലെ തുടക്കം മുതൽ തന്നെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ഇതിൻ്റെ ഇനാഗുറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരുന്നത് ബഹുമാന്യനായ സന്തോഷ് ജോർജ് കുറുവക സാറായിരുന്നു. ഷവാസ് തന്നെയായിരുന്നു പലതവണ ഇതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നത്. സന്തോഷ് സാറിന് തന്നെ അതിന് അനുകൂലമായൊരു ഡേറ്റ് കൊടുക്കാമെന്ന് പലതവണ അദ്ദേഹത്തോട് പറയുകയും ചെയ്തു. പക്ഷെ അനുയോജ്യമായൊരു ഡേറ്റ് കിട്ടിയില്ല. ഏറ്റവും ഒടുവിലാണ് ഇപ്പം പെട്ടെന്ന് നമുക്ക് ഇങ്ങനൊരു ഡേറ്റ് കിട്ടിയത്. തീർച്ചയായിട്ടും ഇത് വളരെ സന്തോഷകരമായൊരു അനുഭവമാണ്. ഇവിടെ കൂടിയിരിക്കുന്ന എവരുടെയും പേരിൽ സന്തോഷ് സാറിനെയും ഔദ്യോഗികമായിട്ട് ഈ കോളേജിലേക്കും ഈ ഒരു പ്രോഗ്രാം ഇനാഗുറേറ്റ് ചെയ്ത് ആശീർവദിക്കാൻ ഞാൻ ക്ഷണിക്കുന്നു. അപ്പം ഞാൻ ഡോക്ടർ അജീഷ് പറഞ്ഞതുപോലെ ഇപ്പോൾ സന്തോഷ് സാറിനെ കുറിച്ച് ഒരു പരാമർശം വ്യക്തിപരമായിട്ട് നടത്തേണ്ട കാര്യമില്ല. എന്നേക്കാൾ കൂടുതൽ ധാരാളം വ്യക്തിപരമായ അനുഭവമുള്ളത്. പക്ഷെ എൻ്റെ ഒരു അനുഭവം എനിക്ക് ഷെയർ ചെയ്യാതിരിക്കാനായിട്ട് പറ്റുകയില്ല. പലപ്പോഴും ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. പല കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കിയതിൻ്റെ പുറകിലുള്ള ഒരു പ്രധാനപ്പെട്ട ചാലക ശക്തി എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ വായനയും പിന്നീട് ഞാൻ നടത്തിയിട്ടുള്ള ചില യാത്രകളുമാണ്. പക്ഷേ ആ യാത്രകളുടെ എണ്ണം സന്തോഷ് സാറിൻ്റെ യാത്രകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ 100-1 ഉള്ളൂ, 1% ആണ്. അപ്പം ഞാൻ ആലോചിക്കുന്നത് ആ 1% എനിക്ക് എന്തുമാത്രം ഇൻപുട്ട് ചെയ്തു. അപ്പോൾ സന്തോഷ് സാറിൻ്റെ 100 ടൈംസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇൻപുട്ട് എന്തായിരിക്കും? ഞാൻ വളരെ വല്ലപ്പോഴും നടത്തുന്ന ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നാൽ ഇപ്പോൾ സന്തോഷ് സാറിനോട് ഞാനിത് ഷെയർ ചെയ്യുക. കാരണം പലപ്പോഴും ഇതുപോലുള്ള എല്ലാ ആളുകൾക്കും ഇതുപോലുള്ള വ്യക്തിപരമായ അനുഭവങ്ങളുണ്ട്. തിരിച്ചു വന്നാൽ ആദ്യത്തെ 2-3 ദിവസത്തിനുള്ളിൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ആ സ്ഥലത്ത് എന്തായാലും സന്തോഷ് സാർ പോയിട്ടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ വീഡിയോയും കാണും, അത് കണ്ടു നോക്കും. ഇപ്പോൾ റഷ്യയിൽ 5 പ്രാവശ്യം ഞാൻ പോയിട്ട് വന്നപ്പോഴും തിരിച്ചു വന്നിട്ട് ഞാൻ ആ പോയ സ്ഥലത്തെ സന്തോഷ് സാറിൻ്റെ വീഡിയോ കാണാൻ ഉറപ്പായിട്ടും കാണും. എന്തിനാണെന്ന് ചോദിച്ചാൽ, എൻ്റെ കൗതുകം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പോൾ നമ്മളുടെ മനസ്സിൽ ചില തോന്നലുകൾ ഉണ്ടാവില്ല. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിന് എന്താണ് തോന്നിയിരിക്കുന്നത് എന്നൊന്ന് കണ്ടു നോക്കും. അപ്പോൾ
നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു. കാരണം നമ്മളെ സ്ഥലത്ത് അദ്ദേഹം പറഞ്ഞ് പലതും കണ്ടിട്ടില്ല, അല്ലെങ്കിൽ അതൊന്നും നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് അദ്ദേഹത്തോട് അത്ഭുതം തോന്നും, വലിയ ബഹുമാനം തോന്നും. കാരണം നമ്മളിത് കണ്ടിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യൂവിൽ നമ്മൾ ചിന്തിച്ചിട്ടില്ല. അത്യപൂർവമായിട്ട് എനിക്ക് തോന്നിയത് അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ കാണും. അപ്പോൾ എനിക്ക് എന്നോട് ബഹുമാനം തോന്നും. കാരണം ഞാൻ ചിന്തിച്ചതുപോലെ അദ്ദേഹം ചിന്തിച്ചല്ലോ പറഞ്ഞു. പക്ഷെ അത് 5% കാണത്തുള്ളൂ. 90% പലപ്പോഴും സംഭവിക്കുന്നത് ഇതൊന്നും ഞാൻ കണ്ടില്ലല്ലോ, അല്ലെങ്കിൽ ഇത് എനിക്ക് ചിന്തിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളത്. ഞാൻ പോയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നിട്ട് ചെയ്തിട്ടുണ്ട്. റഷ്യയിലെ മോസ്കോയിലും സൈബീരിയയിലും കസാനിലും, അതുപോലെ തന്നെ ഓക്ലൻഡിൽ നിന്ന് തെക്കോട്ട് 1200 കിലോമീറ്റർ ഗ്രാമത്തിലൂടെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പം അതേ യാത്രയുടെ വീഡിയോ ഞാനിത് കാണും. അപ്പം എനിക്കിത് ഭയങ്കര ഒരു നൊസ്റ്റാൾജിയായിരുന്നു അദ്ദേഹം അതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ. ഇതൊരു വലിയ കമ്പാരിസനാണ്. ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം ഞാൻ ഷെയർ ചെയ്തതാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് പേഴ്സണൽ അനുഭവങ്ങൾ കാണും. അപ്പം നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഇതുപോലെ അനേക വർഷങ്ങളായിട്ട് അവരുടെ മനസ്സിൽ പല രീതിയിൽ കാണുകയും അനുഭവിക്കുകയും ചെയ്ത ഒരാളാണ്. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ടൂറ് കൊണ്ട് നമ്മൾ, അല്ലെങ്കിൽ ഒരു യാത്ര കൊണ്ട് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു എഡ്യൂക്കേഷൻ്റെ അനുഭവത്തിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു നോളജാണ്. ആ നോളജ് വളരെ സബ്ലൈം ആയിട്ടുള്ള ഒരു നോളജാണ്. അത് ഇൻഫർമേഷൻ അപ്പുറത്തേക്ക് അതൊരു വല്ലാത്ത അനുഭവം. ഞാൻ ഒരു ചെറിയ ഇൻസിഡൻറ്റ്, വളരെ ചെറുതായിരിക്കും അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, മോസ്കോയിലെ ഒരു മെട്രോ സ്റ്റേഷനിൽ, അവിടുത്തെ മെട്രോ സ്റ്റേഷനിൽ അദ്ദേഹം പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം അത് അത്ഭുതമൊന്നും അല്ലെങ്കിൽ അത് പണിഞ്ഞ കാലമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വലിയ അത്ഭുതമാണ്. ഒരു മെട്രോ സ്റ്റേഷനിൽ എനിക്കൊരു പ്രത്യേകത തോന്നി. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളോട് ചോദിച്ചത് ഇതിന് മാത്രം ഒരു പ്രത്യേകത. കാരണം അവിടെ റഷ്യയിലെ വാസികൾ വളരെ വല്ലാത്ത രീതിയിൽ പെരുമാറുന്നു. അപ്പോൾ അവർ പറഞ്ഞു, 2ാം ലോക മഹായുദ്ധത്തിൽ മുകളിൽ വന്നിറങ്ങിയ ജപ്പാൻകാരെ പിടിച്ച് താഴെ പതിയിരുന്ന റഷ്യൻ പടയാളികൾ അവരെ പിടിക്കുകയും പിന്നീട് അവരെ കൊണ്ട് ഭൂമി തുറന്ന് നിർമ്മിച്ചെടുത്ത മെട്രോ സ്റ്റേഷനാണ്. അപ്പോൾ ആ മെട്രോ സ്റ്റേഷൻ ചെല്ലുമ്പോൾ റഷ്യക്കാരുടെ അഭിമാനമൊക്കെ ഒന്ന് കാണണം. അത് അനുഭവിച്ചറിഞ്ഞാലേ മനസ്സിലാവും. അപ്പോൾ നമ്മളൊരു ചരിത്രം അനുഭവിക്കുക. അപ്പോൾ ഈ യാത്രയിലൂടെ കിട്ടുന്ന ആ അനുഭവത്തിൻ്റെ ഇത് വളരെ വലുതാണ്. പിന്നെ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു അനുഭവം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ വളരെ റെയറായിട്ടുള്ള ചില സ്ഥലങ്ങളിൽ, റഷ്യയിൽ തന്നെ അങ്ങേ മൂലയ്ക്കുള്ള കരീലിയ എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നിട്ട് തിരിച്ചു പോരുമ്പോൾ എനിക്ക് വല്ലാത്ത ഫീലിംഗ് ഉണ്ടായി. എന്തോ ഒരു നഷ്ടബോധം. കുറച്ച് കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത് സംഭവം ഇത്രയേ ഉള്ളൂ. എന്നെ ഫീൽ ചെയ്യുന്നത് ഈ സ്ഥലത്തേക്ക് ഇനിയും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു വരാൻ സാധ്യതയില്ലല്ലോ. കാരണം അതൊരു ചെറിയ, നമ്മൾ പോകാൻ സാധ്യതയില്ലാത്തൊരു സ്ഥലമാണ്. അദ്ദേഹത്തെ പോലൊരു സഞ്ചാരിയല്ല ഞാൻ. ഒരു അവസരം കിട്ടിപ്പോയി. പലപ്പോഴും ഈ കല എന്തിനാണ് എന്നുള്ള ചോദ്യത്തിന് മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളൊരു ചെറിയ സ്ഥലത്ത് ചെറിയ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. നമ്മൾക്ക് കിട്ടുന്ന അനുഭവങ്ങൾ വളരെ കുറവാണ്. ഈ അനുഭവങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് വായനയും കലകളും, മൂന്നാമത്തേത് യാത്രയുമാണ്. ഒരുപക്ഷേ മലയാളികൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ആ കുഴപ്പം ഇതിൻ്റെ കുറവാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് പൊതുവെ, ഞാൻ ആരെയും കുറ്റപ്പെടുന്നില്ല, പൊതുവെ ഒരു സമൂഹം എന്നുള്ള നിലയിൽ യാത്രകൾ ഒരുപക്ഷെ പക്ഷേ ഇപ്പോഴത്തെ തലമുറയിൽ മാറി വരുന്നുണ്ട്. കുറവ് മലയാളികൾക്കാണ്. നമ്മുടെ ഫ്രാൻസിൽ ഇപ്പോൾ റിട്ടയർമെൻ്റ് ഏജ് 54. ഇപ്പോൾ അത് കൂട്ടി ഉത്തരവായി. അവിടുത്തെ തൊഴിലാളികൾ ഭീകരമായ സമരത്തിലാണ്. ഇപ്പോൾ പത്രത്തിലൊക്കെ സമരം നടക്കുന്നു, ബസ്സൊക്കെ കത്തിക്കുക. അപ്പം നമ്മൾ വിചാരിച്ചത് ഇവിടെ പെൻഷൻ പ്രായം കൂട്ടിയാൽ പൊതുജനങ്ങളാണ് സമരം ചെയ്യുന്നത്, അവിടെ ജീവനക്കാരാണ് സമരം ചെയ്യുന്നത്. എന്താ കാര്യം എന്നറിയാം? ഇവർ 20 വർഷമോ 25 വർഷമോ ജോലി ചെയ്ത് ഓവർ ടൈം ചെയ്ത് അത്യധ്വാനം നടത്തി റിട്ടയർ ചെയ്യാൻ കാത്തിരിക്കുകയാണ്. എന്തിനാണെന്നറിയാം? 54ാമത്തെ വയസ്സിൽ ഇനി ഒരു 6 വർഷം ലോകം ചുറ്റാൻ. അപ്പോൾ റിട്ടയർമെൻ്റ് ഏജ് കൂട്ടി എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് റിട്ടയർമെൻ്റ് ഏജ് കൂട്ടി 60 വയസ്സാകുമ്പോഴത്തേക്ക് ലോകത്ത് പോകാനുള്ള ഞങ്ങളുടെ ആരോഗ്യം നശിക്കും. അവർ തെരുവിലിറങ്ങി ഇപ്പം നടക്കുന്ന കാര്യമല്ല എനിക്ക് പറയുന്നത്. ഫ്രാൻസിൽ കലാപം ഉണ്ടാക്കുന്നതാണ്. അവർക്ക് 54ാമത്തെ വയസ്സ് റിട്ടയർ ചെയ്യണം. റിട്ടയർ ചെയ്തിട്ട് ലോകം ചുറ്റണം. ഈ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ നമ്മളിവിടെ നേരെ തിരിച്ചാണ്. ഏതായാലും ഈ മനോഹരമായ സാഹചര്യത്തിലേക്ക് സന്തോഷ് സാറിന് ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്ത് നിർത്തുന്നു. നന്ദി. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ വർഗീസ് സാർ,
വൈസ് പ്രിൻസിപ്പൽ റീനുമ, ബഹുമാനപ്പെട്ട ചെറിയാനച്ചൻ, ഡോക്ടർ അജീഷ്, സംയുക്ത, ഈ കലാലയത്തിലെ അധ്യാപകരെ, അനധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും റിപ്പബ്ലിക് ദിനത്തിൻ്റെ ആശംസകൾ നേരുന്നു. സാധാരണ ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ സ്വാഗത പ്രസംഗകൻ പലപ്പോഴും മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന എന്നെക്കുറിച്ച് വളരെ ഗംഭീരമായ ഒരു വിവരണവും പ്രശംസയും ഒക്കെ തരാറുണ്ട്. സത്യത്തിൽ അത് പ്രതീക്ഷിച്ചാണ് ഞാനും ഇവിടെ വന്നത്. കാശൊന്നും ഞാനധികം വാങ്ങാറില്ല. ബർസാർ അച്ഛൻ്റെ മുഖം തെളിഞ്ഞു. എങ്കിലും നിർബന്ധിച്ചു തന്നാൽ ഞാൻ വാങ്ങുന്നതാണ്. ഞാൻ അപൂർവമായ പരിപാടികളിൽ പങ്കെടുക്കാറുള്ളൂ എന്നതും വാസ്തവമാണ്. അപ്പോൾ ഇന്ന് ഡോക്ടർ അജീഷ് സ്വാഗതപ്രസംഗം പറഞ്ഞപ്പോൾ വേണ്ടത്ര എന്നെ പുകഴ്ത്തിയില്ല എന്നത് ഞാൻ ഇവിടെ ഖേദപൂർവ്വം രേഖപ്പെടുത്തട്ടെ. ചില പരിപാടികളിലൊക്കെ പുകഴ്ത്തൽ കൈവിട്ടു പോകുന്ന അവസരങ്ങൾ ഉണ്ടാവാറുണ്ട്. കാരണം ഞാൻ നടത്തുന്ന പണി എന്താണ്, ലോകയാത്രകൾ എന്താണ് എന്ന് പലപ്പോഴും വലിയ നിശ്ചയമില്ലാത്തവരും എൻ്റെ പരിപാടികളൊന്നും കണ്ടിട്ടില്ലാത്തവരും അത് കണ്ട മട്ടിൽ പുകഴ്ത്താറുണ്ട്. ഒരിടത്ത് ചെന്നപ്പോൾ ഒരു പ്രസംഗകൻ, അദ്ദേഹം ആകപ്പാടെ തായ്ലൻഡിൽ പോയിട്ടുള്ളൂ, പക്ഷെ അദ്ദേഹം അത് വെച്ചിട്ട് ലോകയാത്രകളെയൊക്കെ താരതമ്യപ്പെടുത്തിയിട്ട് അദ്ദേഹം പറഞ്ഞു, സന്തോഷ് സാറിൻ്റെ തായ്ലൻഡിലെ പ്രകടനം അതിഗംഭീരമായിരുന്നു. വേറൊരാള് ഒരിക്കൽ പറഞ്ഞു, ആ സമയത്താണ് ബഹിരാകാശ യാത്രയ്ക്ക് ഞാൻ ഒരുങ്ങുന്ന വാർത്തകൾ പോകുന്നത്. അതൊരു ചലച്ചിത്ര സംവിധായകനായിരുന്നു. സഞ്ചാരത്തിന് ഒരു അവാർഡ് ലഭിച്ച സമയത്ത് എനിക്ക് മാത്രമല്ല മറ്റു പലർക്കും എല്ലാവർക്കും ഉള്ളൊരു അവാർഡ് കൊടുക്കുന്ന വേദിയിൽ വെച്ച് ആ ചലച്ചിത്ര സംവിധായകൻ എന്നെ പ്രശംസിച്ചുകൊണ്ട് സംസാരിച്ചു. നമ്മുടെ ഫ്രട്ടേണിറ്റിയിൽ നിന്ന് ഒരാൾ ബഹിരാകാശത്തേക്ക് പോകുന്നു, ഇങ്ങനൊരു സ്വീകരണമൊന്നും കൊടുത്താൽ പോരാ, അദ്ദേഹം ബഹിരാകാശത്ത് പോയിട്ട് തിരിച്ചു വരികയാണെങ്കിൽ അതിഗംഭീരമായ അങ്ങനെ വ്യത്യസ്ത ആശയങ്ങളുള്ള സ്വാഗത പ്രസംഗങ്ങൾ ഞാൻ ധാരാളം അഭിമുഖീകരിച്ചിട്ടുണ്ട്, നേരിട്ടിട്ടുണ്ട്. നമ്മുടെ പ്രിൻസിപ്പള് എങ്ങനെയാണ് അക്കാഡമിക് ടൂറിസം കേന്ദ്രമായി ഈ മഹാകലാലയം മാറിയത് എന്ന് വിവരിച്ചു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ വളരെ ആകാംക്ഷയോടെ കേട്ടിരിക്കുന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, നിങ്ങൾ തന്നെ ഇത് ആദ്യമായിട്ട് കേൾക്കുകയാണെന്ന്. ആണോ? ഇത് സ്ഥിരം ഇതാണോ പരിപാടി? എന്നെ വളരെ നേരത്തെ വരണമെന്ന് പ്രിൻസിപ്പൽ ക്ഷണിച്ചിരുന്നതാണ്. ഊണ് തരാമെന്നായിരുന്നു പ്രലോഭനം. ഇപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ രക്ഷപ്പെട്ടു. സാറേ തമാശ കേട്ടോ. ഞാൻ ഒരിക്കലല്ല പലപ്പോഴും ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പോയി നിന്ന് ആസ്വദിച്ചിട്ടുള്ളത് കോളേജുകളാണ്, യൂണിവേഴ്സിറ്റികളാണ്. നമ്മളിവിടെ കോളേജ് എന്ന് പറയുമ്പോൾ അതൊരു സ്ഥാപനം, അതൊരു യൂണിവേഴ്സിറ്റിയായിട്ട് അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നു, അങ്ങനെയൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്.
എന്നാൽ പലപ്പോഴും യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ മറ്റ് പല രാജ്യങ്ങളിലും ചെല്ലുമ്പോൾ കോളേജ് എന്ന് പറയുന്ന നമ്മുടെ മനസ്സിലുള്ള ഇവിടെയുള്ള ഒരു യൂണിവേഴ്സിറ്റിയോട് അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന 10, 30, 40, 50, 60 സ്ഥാപനങ്ങൾ വ്യത്യസ്ത പട്ടണങ്ങളിൽ പ്രദേശങ്ങളിലുള്ള അതല്ല. ഇത്തരം ഒരു കോളേജ് തന്നെ ശരിക്കും ഒരു യൂണിവേഴ്സിറ്റിയാണ്. അതായത് CMS കോളേജ് എന്നായിരിക്കില്ല ഇത് യൂറോപ്പിലായത്തെ പറയുക, പിന്നെ CMS യൂണിവേഴ്സിറ്റി എന്ന് വിളിക്കുള്ളൂ. കാരണം ഇത്രയും കുട്ടികൾ ഉണ്ടാവുക, ഇത്രയും പാരമ്പര്യം ഉണ്ടാവുക, ഇത്രയേറെ സംവിധാനങ്ങൾ ഉണ്ടാവുക ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊരു യൂണിവേഴ്സിറ്റി തന്നെയാണ്. അപ്പോൾ ഇത്തരം യൂണിവേഴ്സിറ്റികളാണ് പല പട്ടണങ്ങളിലും ഞാൻ പോയി കണ്ടിട്ടുള്ളത്. അതൊക്കെ എന്നെ അത്ഭുതപ്പെടുത്തിയത് അവിടെ എത്ര കുട്ടികൾ പഠിക്കുന്നു എന്നുള്ളതല്ല, അതിൻ്റെ ചരിത്രം, അവിടെ ആരൊക്കെ അതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആരൊക്കെ അതിനു മുമ്പ് ആ കോളേജിൽ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ യൂണിവേഴ്സിറ്റി പഠിച്ചിട്ടുണ്ട്, എന്തെല്ലാം ചരിത്ര സംഭവങ്ങൾക്ക് ആ യൂണിവേഴ്സിറ്റി സാക്ഷിയായിട്ടുണ്ട്, അവിടെ നിന്ന് പുറത്തിറങ്ങിയവരിൽ എത്ര പേരെ ഞാൻ അറിയും. ഇതാണ് പ്രധാനം. ഞാൻ എപ്പോഴും കോളേജുകളിലെ വിദ്യാലയങ്ങളിലെ ഒക്കെ ചെല്ലുമ്പോൾ, വളരെ അപൂർവമായിട്ടാണെങ്കിലും പോയി പ്രസംഗിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഒരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഒരു കോളേജ് അതല്ലെങ്കിൽ ഒരു സ്കൂള് അറിയപ്പെടുന്നത് ആ സ്കൂളിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങിയ അല്ലെങ്കിൽ ആ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങിയ എത്ര പ്രതിഭാശാലികളെ ലോകം അറിയും എന്നതിൻ്റെ പേരിലായിരിക്കും. അല്ലേ? ശരിയല്ലേ? അതാണ് ഒരു യൂണിവേഴ്സിറ്റിയെ യൂണിവേഴ്സിറ്റിയാക്കുന്നത്, കോളേജിനെ കോളേജാക്കുന്നത്. ഞാൻ ഒരിക്കൽ ജർമ്മനിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ, ജർമ്മനിയിലെ ബെർലിനിൽ, എൻ്റെ ബെർലിനിലേക്കുള്ള ആദ്യ യാത്രയായിരുന്നത്. ബെർലിനിലേക്കല്ല, ഞാനത് കിഴക്കൻ യൂറോപ്പ് മുഴുവൻ സഞ്ചരിച്ച ഒരു 22-23 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയായിരുന്നു. എൻ്റെ 22 ദിവസം എന്ന് പറഞ്ഞാൽ വളരെ ദീർഘമായ യാത്രയാണ്. കാരണം ഞാൻ പലപ്പോഴും ഒരാഴ്ചത്തേക്കൊക്കെയാണ് പോവുക, മാസത്തിൽ എല്ലാ മാസവും യാത്ര ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ സാറൊക്കെ, വർഗീസ് സാറൊക്കെ യാത്ര ചെയ്യുന്ന പറഞ്ഞ പോലെ ചിലപ്പോൾ അത് കൂടുതൽ ദിവസങ്ങൾ യാത്ര ചെയ്യുന്നുണ്ടാവും അല്ലേ, ഒരാഴ്ച. ഓക്കെ. പക്ഷെ പലരും ഇന്ത്യയിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ വളരെ കൂടുതൽ സമയം യാത്ര ചെയ്യാറുണ്ട്. എനിക്ക് അത്രയും സമയം സ്പെൻഡ് ചെയ്യാറില്ല. പക്ഷെ ഞാൻ 22-23 ദിവസമൊക്കെ യാത്രകൾ ആദ്യകാലത്ത് ചെയ്തിരുന്നു. അങ്ങനെ ഒരിക്കൽ ബെർലിനിൽ ഒരു പുലർകാലത്ത്, തലേദിവസം രാത്രി എത്തി പുലർകാലത്ത് തന്നെ എഴുന്നേറ്റ് ഞാൻ നഗരം ഒന്ന് കാണാൻ ഇറങ്ങി. താമസിക്കുന്ന ഹോട്ടലിൻ്റെ ഒരു 3-4 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക എന്നേ ഉദ്ദേശിച്ചുള്ളൂ. പക്ഷേ ബെർലിൻ നഗരം വളരെ വിശാലമാണ്. പക്ഷേ നഗരത്തിൽ എവിടേക്ക് ഇറങ്ങിയാലും 2ാം ലോക മഹായുദ്ധത്തിൻ്റെ അവശേഷിപ്പുകൾ, ചരിത്രത്തിൻ്റെ തുടുപ്പുകൾ, ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പം രാവിലെ 8:30 ആകുമ്പോഴത്തേക്കും ഞങ്ങൾ വന്ന ബസ് പുറപ്പെടും. അതിനു മുമ്പ് വേണം എനിക്ക് ഈ നഗരത്തിൻ്റെ കാഴ്ചകൾ ഷൂട്ട് ചെയ്തെടുക്കാൻ, അതായത് സ്ഥിരമായി കാണിക്കുന്ന സ്ഥലങ്ങളല്ലാതെ എന്തെങ്കിലും. അങ്ങനെ ഞാൻ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി നടക്കുമ്പോൾ മനോഹരമായ കെട്ടിടങ്ങളാണ് രണ്ടു വശത്തും. ആ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കേരളത്തിലെയോ ഇന്ത്യയിലെ ഒരു സ്ട്രീറ്റിനെ അങ്ങനെ നമുക്ക് താരതമ്യപ്പെടുത്താൻ പറ്റാത്ത മട്ടിൽ മനോഹരവും പ്രൗഢവുമാണ് അത്തരം യൂറോപ്പിലെ സ്ട്രീറ്റുകളൊക്കെ. നല്ല വീതി, അതിൻ്റെ രണ്ടു വശത്തും മാർബിൾ ഇട്ടതുപോലെ ഫുട്പാത്തുകൾ, അതിൽ മരങ്ങളുണ്ടാവാം. മരങ്ങളൊക്കെ മഞ്ഞുകാലത്താണെങ്കിൽ ഇല പൊഴിച്ചിങ്ങനെ നിൽക്കുകയായിരിക്കാം, അസ്ഥിപഞ്ജരങ്ങൾ പോലെ ആയിരിക്കാം. അതിലൂടെ അതിഗംഭീരമായി ട്രാമുകൾ ഓടുന്നുണ്ടാവാം, നല്ല തിളങ്ങുന്ന ട്രാമുകൾ, കാറുകളുണ്ടാവാം, ബസ്സുകളുണ്ടാവാം. മനുഷ്യർ തണുപ്പ് കാലമായതുകൊണ്ട് നല്ല ജാക്കറ്റ് ഇട്ട് കൂനിക്കൂടി നടന്നു പോകുന്ന ആളുകൾ, അവരുടെ ജാക്കറ്റിൻ്റെയും മനുഷ്യരുടെ നിറവും ഒക്കെ കൂടെ ചേർന്ന് അതിഗംഭീരമായ ഒരു കളർ കോമ്പിനേഷനാണ്. അപാരമായ കളർ സെൻസും ഡ്രസ് സെൻസും ഉള്ളവരാണ് യൂറോപ്പിലെ എല്ലാ ആളുകളും എന്ന് എനിക്ക് തോന്നാറുണ്ട്. അത് പണ്ഡിതനാണെങ്കിലും പാമരനാണെങ്കിലും ദരിദ്രനാണെങ്കിലും സമ്പന്നനാണെങ്കിലും ഒക്കെ ആ ഒരു സെൻസ് അവർ കാണിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുക, ചിത്രീകരിച്ച് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു വലിയ സ്ക്വയറിലേക്ക് എത്തുന്നു. ഈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ കുറച്ച് വീതി കൂടിയ സ്ഥലം. അവിടെ നിന്ന് ഒരു മൈതാനം ആരംഭിക്കുന്നു. മൈതാനം എന്ന് പറഞ്ഞാൽ പുല്ല് പിടിച്ച മണ്ണ് ഉള്ള മൈതാനമല്ല, ഗ്രാനൈറ്റ് പാകിയ ഒരു വലിയ മുറ്റം. അതൊരു നമ്മുടെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിനേക്കാൾ വിശാലമാണെന്ന് തോന്നുന്നു. അതിനു ചുറ്റും കുറേ പ്രൗഢ മന്ദിരങ്ങൾ. നമുക്കറിയാം യൂറോപ്യൻ കെട്ടിടങ്ങളുടെ ഒരു ശൈലി, മാർബിൾ കൊണ്ടോ ഒക്കെ പണിത ഫസാഡുള്ള കെട്ടിടങ്ങൾ. അപ്പോൾ ഇതൊക്കെ കണ്ട് ഞാനിങ്ങനെ ഷൂട്ട് ചെയ്ത് നിൽക്കുകയാണ്. ഈ കെട്ടിടങ്ങൾ മനോഹരമാണല്ലോ, ഈ സ്ക്വയർ ഗംഭീരമാണല്ലോ എന്നൊക്കെ ചിന്തിച്ചങ്ങനെ ചിത്രീകരിച്ചിരിക്കുമ്പോൾ ഒരു വയസ്സായ ആള്, വളരെ പ്രായമുള്ള ഒരാൾ, ഒരു 85-90 വയസ്സുള്ള ഒരാൾ വയ്യെ വടിയൊക്കെ കുത്തി കുടയൊക്കെ ചൂടി വന്ന് എൻ്റെ അടുത്ത് വന്നു. ഞാൻ ഈ ചെയ്യുന്നത് എന്താണെന്ന് കണ്ടു നിൽക്കുകയാണ്. പുലർക്കാലത്താണല്ലോ. കുറച്ചു നേരം കണ്ടു നിന്നിട്ട് അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചു, അപ്പം എൻ്റെ രൂപമൊക്കെ കണ്ടാൽ മനസ്സിലായി ഞാൻ ജർമ്മൻകാരനല്ല അതായത്. പിന്നെ എവിടെ നിന്നാണെന്ന് ചോദിച്ചു. ഞാൻ ഇന്ത്യയിൽ നിന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇംഗ്ലീഷിൽ സംസാരിച്ചു തുടങ്ങി. എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനൊരു ട്രാവൽ പ്രോഗ്രാം ചെയ്യുന്നയാളാണ്. എനിക്ക് ഈ നാട്ടിലെ കാഴ്ചകൾ, അനുഭവങ്ങൾ, ചരിത്രമൊക്കെ എൻ്റെ നാട്ടുകാരെ അറിയിക്കുന്ന ജോലിയാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഈ സ്ഥലത്തിൻ്റെയും ഈ കെട്ടിടത്തിൻ്റെയൊക്കെ ചരിത്രം പറയുമോ നിങ്ങൾ? ഞാൻ പറഞ്ഞു, ഞാൻ പറയാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ പറയൂ, എന്താണ് ഈ കെട്ടിടം? അപ്പം ഞാൻ പറഞ്ഞു, പിടുത്തമില്ല, ഞാൻ ഇനി നടന്നു പോയിട്ട് ഇതിന് മുമ്പിൽ എവിടെയെങ്കിലും ബോർഡുണ്ടെങ്കിൽ നോക്കി എടുത്ത് വെക്കും. അത് ശരി, എന്നാൽ ഞാൻ പറയാം. ഈ യൂണിവേഴ്സിറ്റി, ഇതാണ് യൂണിവേഴ്സിറ്റി.
ഈ യൂണിവേഴ്സിറ്റിയുടെ പേര്, ഇതൊരു യൂണിവേഴ്സിറ്റിയാണ്. ഈ യൂണിവേഴ്സിറ്റിയുടെ പേര് ഹാംബോൾട്ട് യൂണിവേഴ്സിറ്റി എന്നാണ്. കേട്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല, കേട്ടിട്ടുണ്ടായിരുന്നില്ല. ഇയാൾ അതിൻ്റെ കഥകൾ പറയാൻ തുടങ്ങി. കുറേ നേരം പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങളുടെ രാജ്യത്ത് എത്ര പേർക്ക് നൊബേൽ പ്രൈസ് ഇതിനകം കിട്ടിയിട്ടുണ്ട്? അപ്പം അന്ന് 2 പേർക്കോ 3 പേർക്കോ മറ്റാണ് ആ സമയത്തുള്ളൂ എന്ന് എനിക്ക്, 2 പേർക്കോ മറ്റേ ഉള്ളൂ. രവീന്ദ്രനാഥ് ടാഗോറും എനിക്ക് തോന്നുന്നത് മദർ തെരേസയോ കിട്ടിയ സമയം. പിന്നെ വേറെ സത്യാർത്ഥിക്ക് ഇവർക്കൊന്നും വന്നിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇത് 90s അവസാനം 2001 ആ കാലത്തിലാണ് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞ 2-3 പേർക്ക് ഞാൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിറങ്ങിയ 32 പേർക്ക് നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ച് ഇയാള് രാവിലെ വന്ന് തള്ളു തുടങ്ങി. ഓഹോ ആ ശരി എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്കറിയാം? പറഞ്ഞു, 35 കൊല്ലം ഈ കോളേജ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നി ഇയാള് വെറുതെ തള്ളാൻ വഴിയില്ല. ഏതായാലും ഞാൻ അദ്ദേഹത്തിന് നന്ദിയൊക്കെ പറഞ്ഞു. അദ്ദേഹം പിന്നെ വടിയും കുത്തി നടന്നുപോയി. ഞാൻ കുറച്ചുകൂടെ ആ ദൃശ്യങ്ങളൊക്കെ പകർത്തിയെടുത്തു. തിരിച്ച് നാട്ടിൽ വന്നു. തിരിച്ച് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാനിത് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഈ അധ്യാപകൻ എന്ന് വിശേഷിപ്പിച്ച ആൾ പറഞ്ഞത് ശരിയല്ല എന്ന് എനിക്ക് മനസ്സിലായി. ആ യൂണിവേഴ്സിറ്റിയിൽ ഇത്രയും ആളുകൾക്ക് 30 പേരോളം നൊബേൽ പ്രൈസ് കിട്ടിയെന്ന് പറഞ്ഞത് ശരിയല്ല എന്നാണ് മനസ്സിലായത്. എൻ്റെ കാരണം ഇങ്ങനെ പഴയ കണക്കാണ് പറഞ്ഞത്. പുതിയ കണക്കനുസരിച്ച് അതിൽ കൂടുതൽ ആളുകളായിട്ടുണ്ട്. മാത്രമല്ല അവിടെ പഠിപ്പിച്ച ആളുകൾക്ക് വേറെ 10-15 പേർക്ക് നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഏതാണ്ട് 10-40 ആളുകൾക്ക് പഠിപ്പിച്ചവരും പഠിച്ചവരുമായിട്ട് നൊബേൽ പ്രൈസ് ഒരു കോളേജിൽ നമ്മൾ വിശേഷിപ്പിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടി എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന അറിവൊക്കെയാണ് ആ ഒരൊറ്റ രാവിലെ എനിക്ക് കിട്ടിയത്. രാവിലെ ഏറ്റവും നടക്കാൻ പോയപ്പോൾ ഇങ്ങനെ പല സ്ഥലങ്ങളും. അതിനുശേഷം ഞാൻ ഒരു 10-12 കൊല്ലം മുമ്പ് ഞാൻ കരീബിയൻ രാജ്യങ്ങളിലൂടെ യാത്ര ചെയ്യായിരുന്നു. കരീബിയൻ രാജ്യങ്ങളിലൂടെ യാത്ര ചെയ്യുന്നത് നമുക്കറിയാം, കരീബിയൻ രാജ്യങ്ങളെല്ലാം ദ്വീപുകളാണ്, ചെറിയ ചെറിയ ദ്വീപുകളാണ്, ചെതറിക്കിടക്കുന്ന ദ്വീപുകൾ. വളരെ മനോഹരമായ ഭൂപ്രകൃതിയാണ്, ഗംഭീരമായ കടൽ തീരമാണ്, നല്ല ബീച്ചുകളാണ്. ബീച്ച് എന്ന് പറഞ്ഞാൽ മഞ്ഞ നിറമല്ല മണലിന്, നല്ല വെള്ള നിറം, പഞ്ചസാര വെള്ളത്തിറിയിട്ടതുപോലെ ഇരിക്കും. പലപ്പോഴും നമ്മുടെ ബീച്ചുകൾ ബ്രൗൺ നിറമാണ്. ഈ എക്കൽ വന്ന് അടിച്ചിട്ട് ചെളി വന്ന് മലമ്പ്രദേശത്ത് നിന്ന് മഴക്കാലത്ത് ചെളി വന്ന് കടലിലേക്ക് വീഴുന്നത് കൊണ്ടുണ്ടാകുന്നതാണ് നമ്മുടെ തീരങ്ങൾക്ക് ഒരു ബ്രൗൺ കളർ വരുന്നത്. മറ്റേ ഇത്തരം രാജ്യങ്ങളിൽ നദികളില്ല, അധികം നദികളില്ല, ചെറിയ ദ്വീപുകളാണ്. അപ്പോൾ അവരുടെ തീരങ്ങളിൽ എക്കൽ വന്നടിയാനില്ല, കൂടുതലും പാറക്കെട്ടുകളാണ്. അതുകൊണ്ട് നല്ല വെളുത്ത മണലാണ്, ഇളം നീല കളറാണ് വെള്ളത്തിന്. കുറച്ചുകൂടെ അകലുമ്പോൾ കുറച്ചുകൂടെ നീല നിറം കൂടും, അങ്ങോട്ട് അകലും തോറും കടും നീലയാകും. അങ്ങനെ ആകാശത്തു നിന്ന് മുകളിൽ നിന്നൊക്കെ നോക്കിയാൽ അതിമനോഹരമാണ് ഈ കരീബിയൻ ദ്വീപുകൾ. ഈ കരീബിയൻ ദ്വീപുകളിലൂടെ സഞ്ചരിച്ചത് ഞാനൊരു 3-4 തവണ യാത്ര ചെയ്തിട്ടുണ്ട്. അത് മുഴുവൻ കപ്പലിലാണ്. അത് ക്രൂസ് ഷിപ്പുകൾ അമേരിക്കയിലെ മയാമിയിൽ നിന്ന് ആരംഭിക്കും. രാത്രി മുഴുവൻ ഈ കപ്പൽ യാത്ര ചെയ്യും, പകലൊരു ദ്വീപിലെത്തും. അതൊരു ദ്വീപ് മാത്രമല്ല, ഒരു ദ്വീപ് രാഷ്ട്രം കൂടിയാണ്, ഒരു രാജ്യമാണ്. ആ ദ്വീപിൽ പകൽ നമുക്കിറങ്ങി കാഴ്ചകളിലേക്ക് പോകാം. അത് കഴിഞ്ഞ് കാഴ്ചകൾ കാണാം, ഷൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടുത്തെ റിക്രിയേഷൻ ഏരിയകളിൽ പോകാം, അല്ലെങ്കിൽ വെറുതെ കടൽ തീരത്തെ ബീച്ചുകളിൽ വിശ്രമിച്ച് കിടക്കാം. വൈകുന്നേരം കപ്പൽ വീണ്ടും പുറപ്പെടും. അപ്പോൾ നമുക്ക് തിരിച്ച് കപ്പലിൽ ചെന്ന് കയറാം. ആ കപ്പൽ രാത്രി മുഴുവൻ യാത്ര ചെയ്യും. ഈ യാത്ര ചെയ്യുന്ന കപ്പലിൽ രാത്രി മുഴുവൻ ആഘോഷമാണ്, ഗംഭീരമായ എൻ്റർടൈൻമെൻറ്റ്സ്, കാസിനോകൾ, ഫുഡ്, യഥേഷ്ടം ഭക്ഷണം. ഈ ടിക്കറ്റിനകത്ത് ഫുഡ് ഉൾപ്പെട്ടതായതുകൊണ്ട് നമുക്ക് എത്ര വേണേലും കഴിക്കാം. 3 നേരം റേഷൻ വിളമ്പുമല്ല, അവിടെ ബൊഫേ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക 24 hours. നിങ്ങൾ മടുക്കോളം കഴിക്കുക എന്നുള്ളതാണ് കണക്ക്. കഴിച്ച് വയറ് നിറഞ്ഞങ്ങ് പോകുന്ന വഴിക്ക് വഴിയരികിലെല്ലാം ഓരോ കുറ്റി നാട്ടി വെച്ചിട്ടുണ്ട്. ഈ കുറ്റിയെ പോയി ഇങ്ങനെ 2 പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഐസ്ക്രീം ചാടി വരിക. ഒന്ന് ആലോചിച്ച് നോക്കിയേ, മനുഷ്യൻ ഭക്ഷണത്തെ വെറുത്തു പോകുന്ന അവസരങ്ങളാണ് പലപ്പോഴും. ഓ ഇത് മടുത്തു, ഇനിയൊന്നും കഴിക്കാൻ പറ്റുന്നില്ലോ എന്ന് ചിന്തിക്കുന്ന മട്ടില്ല. അതാണ് ഈ ക്രൂസ് ഷിപ്പുകൾ, ഉല്ലാസ കപ്പലുകളിലൊക്കെ ഉള്ളൊരു എൻ്റർടൈൻമെൻറ്റ് രീതി. അപ്പോൾ അടുത്ത തീരത്ത് രാവിലെ എടുത്തു, നമ്മൾ എഴുന്നേറ്റ് താഴെ ഇറങ്ങും. ഈ കപ്പലിൽ നിന്ന് തന്നെ ആ ദ്വീപിൽ നടത്തുന്ന ടൂറുകൾ നമുക്ക് ബുക്ക് ചെയ്യാം, തലേദിവസം അതിന് മുമ്പ് തന്നെ ബുക്ക് ചെയ്യാം. അപ്പോൾ അത് നമ്മൾ ബുക്ക് ചെയ്ത ടൂറിൻ്റെ ആളുകളുടെ കാത്ത് നിൽക്കുന്നുണ്ടാവും. അവരൊരു വാനുമായിട്ടായിരിക്കും വന്നിരിക്കുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ടൂറാണെങ്കിലും പല ടൂറുകൾ ഓരോ ദ്വീപിലുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു ദ്വീപ് ഞാൻ ചെന്നത് സെൻറ്റ് ലൂഷ്യ എന്ന് പറയുന്ന ദ്വീപായിരുന്നു. സെൻറ്റ് ലൂഷ്യ ദ്വീപിൽ ചെന്നിറങ്ങി. സെൻറ്റ് ലൂഷ്യയിൽ ഞാൻ ഗ്രാമങ്ങളും ഉൾനാടുകളും കാണുന്ന ഒരു ടൂറാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ ദ്വീപിൻ്റെ കാഴ്ചകൾ, അവിടുത്തെ ചരിത്രം, അവിടെ ആ കൊളോണിയൽ കാലഘട്ടം, അവിടെ ആഫ്രിക്കയിൽ നിന്ന് അടിമകളായി കുറേ ആളുകളെ കൊണ്ടുവന്നിരുന്നത്, പിന്നീട് ഈ അടിമകൾ തന്നെ സ്വതന്ത്രരായതും ആ ദ്വീപിൻ്റെ ഉടമകളായി അവർ മാറിയതുമായ ചരിത്രം, ഇതിലൂടെ എല്ലാം സഞ്ചരിച്ചു. കൊളോണിയൽ കാലത്തെ ബ്രിട്ടീഷുകാരുടെ അല്ലെങ്കിൽ ഫ്രഞ്ചുകാരുടെ ഒക്കെ വീടുകൾ,
അവർ താമസിച്ചിരുന്ന ബംഗ്ലാവുകൾ, അവരുടെ ഭരണസ്ഥിര കേന്ദ്രം, ഇതെല്ലാം കണ്ടു പോകുമ്പോൾ ഒരിടത്തെത്തുമ്പോൾ ഒരു ചെറിയൊരു സ്കൂളിൻ്റെ മുമ്പിലെത്തി. സ്കൂളിൻ്റെ മുമ്പിലെത്തുമ്പോൾ ഗൈഡ് പയ്യെ ഗൈഡും ഡ്രൈവറും ഒരാൾ തന്നെയാണ്, ഒരു വണ്ടി സ്ലോ ആയിട്ട് പറഞ്ഞു, ഈ സ്കൂള് അടുത്ത കാലത്ത് നവീകരിച്ചാണ്, കണ്ടല്ലോ, ഇവിടെയാണ് ഞങ്ങൾക്ക് ആദ്യമായിട്ട് എക്കണോമിക്സിന് നൊബേൽ പ്രൈസ് കിട്ടിയ ആൾ പഠിച്ച സ്കൂള്. അദ്ദേഹമാണ് ഈ സ്കൂള് പുനർനിർമ്മിച്ചു തന്നത്. ഈ ദ്വീപിൽ ആകപ്പാടെ 2 ലക്ഷം ആളുകളേ ഉള്ളൂ. ആ ദ്വീപിന് ആകപ്പാടെ 30 കിലോമീറ്റർ നീളവും 25 കിലോമീറ്റർ വീതിയേ ഉള്ളൂ. അതായത് കോട്ടയം മുനിസിപ്പാലിറ്റിയുടെ ഏരിയ കഷ്ടിച്ചുള്ള സ്ഥലത്തെ കാര്യം പറയുന്നത്. ഞാൻ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു, വീഡിയോ ഒക്കെ എടുത്തു, കഴിഞ്ഞ് വണ്ടി അങ്ങ് പോകുമ്പോൾ കുറേ അങ്ങ് പോയി കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഒരു ചെറിയ ഒരു ആസ്പെറ്റോസ് ഷീറ്റൊക്കെ ഇട്ട് ഒരു വീടിൻ്റെ മുമ്പിൽ പോയിരിക്കുന്നു. അതിൻ്റെ മുറ്റമൊക്കെ മനോഹരമായിട്ട് ലോൺ ഒക്കെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ പയ്യെ സ്ലോ ചെയ്തിട്ട് അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് സാഹിത്യത്തിന് നോബൽ സമ്മാനം കിട്ടിയ ആളുടെ വീടാണിത്. ഇവിടെ കൊണ്ട് തീർന്നില്ല. അത് കഴിഞ്ഞിട്ട് ഈ ഗൈഡുമാർക്ക് ഒരു സൂക്കേടുണ്ട്, ആവശ്യമില്ലാത്ത സൂക്കേട്. നമ്മളോട് ചില ചോദ്യം ചോദിക്കും, ജെന്റിൽമാൻ, എത്ര ആളുകൾ നിങ്ങളുടെ നാട്ടിൽ നൊബേൽ പ്രൈസ് നേടിയിട്ടുണ്ട്? ഞാനൊന്നും മിണ്ടാൻ പോയില്ല, എളിമ കൊണ്ടാ. നമ്മള് ലോകയാത്ര നടത്തുമ്പോൾ ഓരോ ദിവസവും, അല്ലെങ്കിൽ പുതിയ ലോകയാത്ര എന്ന് പറഞ്ഞാൽ ഇന്ത്യ വിട്ടുള്ള യാത്ര തന്നെ ആവണമെന്നില്ല, ഇന്ത്യക്കകത്തൂടെ ആവാം. ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കും, അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഈ അത്ഭുതങ്ങളാണ് ഒരു യാത്രയെ, അല്ലെ ഒരു സഞ്ചാരിയെ തുടർന്നും യാത്ര ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. ഈ അത്ഭുതങ്ങളാണ് അറിവുകളായി നമ്മുടെ ഉള്ളിലേക്ക് കയറി വരുന്നത്. ഈ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്നില്ലെങ്കിൽ യാത്രകളില്ല, അല്ലെങ്കിൽ ടൂറിസം എന്ന് പറയുന്ന ഒരു പ്രോസസ്സില്ല. ടൂറിസത്തിൽ എപ്പോഴും നമ്മൾ കാണേണ്ടത് ആളുകളെ അത്ഭുതപ്പെടുത്തുന്ന എന്തെങ്കിലും കാണാൻ വേണ്ടി ആളുകൾ ടൂറിസ്റ്റുകളാകാറുള്ളൂ. അത്ഭുതപ്പെടാത്ത ഒന്ന് കാണാൻ നിങ്ങൾ പോകാറില്ല. നിങ്ങൾ നിത്യജീവിതത്തിൽ നിരന്തരം കാണുന്ന ഒന്നിനെ കാണാൻ നിങ്ങൾ പോകാറില്ല. അപ്പൊ കാലത്തിനനുസരിച്ച് ഇത് മാറിക്കൊണ്ടേയിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ, എൻ്റെ ബാല്യകാലത്ത് എൻ്റെ വീട്ടിൽ, ഞാൻ മരങ്ങാട്ടുപള്ളി എന്ന് പറയുന്ന ഗ്രാമത്തിൽ ജീവിക്കുന്നയാളാണ് ഇപ്പോഴും. അവിടെയുള്ള സൗകര്യങ്ങളോ അവിടെയുള്ള ജീവിതചര്യയോ ഇന്ന് ആ നാട്ടിൽ കാണാൻ കഴിയില്ല. അന്ന് ഞാനൊക്കെ അനുഭവിച്ച ജീവിതം ഇന്ന് എൻ്റെ മക്കൾക്ക് അവിടെ ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതകാലത്ത്, എൻ്റെ ബാല്യകാലത്ത് ഞാനും കണ്ടിരുന്ന എൻ്റെ മരങ്ങാട്ടുപള്ളി ഗ്രാമത്തിൻ്റെ ജീവിതം ഇന്നൊന്ന് പുനഃസൃഷ്ടിച്ചാൽ അതൊരു വലിയ ടൂറിസ്റ്റ് ആക്ടിവിറ്റി ആയിരിക്കും അവിടുത്തെ. കാരണം പട്ടണത്തിൽ ജീവിച്ചവരോ ഇന്ന് ഗ്രാമങ്ങളിൽ ജീവിക്കുന്നവരോ പോലും അത് കണ്ടിട്ടുണ്ടാവില്ല. നിങ്ങളിൽ എത്ര പേര് പന തിന്നിട്ടുണ്ട്? പന തിന്നിട്ടുള്ളവരുടെ കൈ വെക്കാവോ? അത് പറയേണ്ട കാര്യമില്ല. പയ്യ തിന്നാ പനയും തിന്നാന്ന് കേട്ടിട്ടില്ലേ? എങ്ങനെയാ തിന്നേ പറഞ്ഞേ? അല്ല, തിന്നാനുള്ള സാഹചര്യം എങ്ങനെ ഉണ്ടായേ? വീട്ടിലുണ്ടാക്കിയതാണോ? ഏത് കാലത്താ? എത്ര വർഷം മുമ്പ്? 30 വർഷം മുമ്പും ചെറുപ്പമായിരുന്നു. അങ്ങനെയാണ് നേരാ. വലിയ പ്രായമൊന്നും കാണാൻ കഴിയില്ല. അപ്പൊ ശരിയാ, നിങ്ങൾ തിന്നിട്ടില്ല ബാക്കി ആരും, അല്ലേ? പക്ഷെ ഞങ്ങൾ തിന്നിട്ടുണ്ട്. എന്റെ കാര്യം അറിയോ? 2 കാര്യങ്ങളോ. ഒന്ന്, പന എന്ന് പറയുന്ന തടി കണ്ടിട്ടുണ്ടോ? മരം കണ്ടിട്ടുണ്ടോ? ആ പനയുടെ തടി വെട്ടിയെടുക്കും. എന്നിട്ട് അതിന്റെ പുറത്തെ കനമുള്ള ഭാഗം ചെത്തിക്കളയും. ഒരു 2, 3, 4 ഇഞ്ച്, അല്ലേ? അതിനകം കുറച്ചുകൂടെ സോഫ്റ്റായ ഒരു ഭാഗമാണ്. ഇതിനെ മുറിച്ചെടുത്ത് ചെറിയ ചെറിയ പീസുകളാക്കും. എന്നിട്ട് ഉണക്കും. ഉണക്കി കഴിഞ്ഞിട്ട്, നന്നായി ഉണങ്ങി കഴിഞ്ഞ് ഇത് പൊടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്തുനിന്ന് നാര് ഉള്ള ഭാഗം നമുക്ക് അരിച്ചു മാറ്റാം. പിന്നെ ഒരു തരം പൊടിയാണ്, ഗോതമ്പ് പൊടി പോലത്തെ ഒരു പൊടി. അത് വീണ്ടും വെള്ളത്തിൽ കലക്കി അതിൻ്റെ 2-3 ദിവസത്തെ പ്രോസസ്സ് കഴിയുമ്പോഴത്തേക്കും അത് ഒരു പുഡിങ് പോലത്തെ ഒരു വസ്തുവാകും. ഇതിനെ വേവിച്ച് പ്രോസസ്സ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ പുഡിങ് ഇല്ലേ, കണ്ടിട്ടുണ്ടോ? പുഡിങ് പോലെ ഇരിക്കും. പക്ഷെ അതിന് മധുരം ഉണ്ടാവില്ല, ഉപ്പുണ്ടാവില്ല, പുളി ഉണ്ടാവില്ല. നിങ്ങൾക്ക് എന്തും അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. നല്ല എരിവുള്ള മത്തിക്കറി വേണേൽ എൻ്റെ കൂടെ കഴിക്കാം. അതല്ലെങ്കിൽ മധുരമുള്ള എന്തെങ്കിലും ചേർത്ത് കഴിക്കാം. ഇത് ഇപ്പം നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ ഒരു വിശിഷ്ട വിഭവമായിട്ട് തോന്നും. ഒരു കാലത്ത് അരിയും കപ്പയും ഗോതമ്പും കിട്ടാനില്ലാതിരുന്ന കാലത്ത് പട്ടിണി മാറ്റാൻ മനുഷ്യൻ കഴിച്ചിരുന്ന ഭക്ഷണമായത്. അതുകൊണ്ട് അക്കാലത്ത്
എൻ്റെ ബാല്യകാലത്ത് മാത്രം പട്ടിണിയുള്ള കാലമല്ല, പക്ഷേ ഒരു 60 കൊല്ലം മുമ്പ്, അല്ലെ 100 കൊല്ലം മുമ്പ്, അല്ലെ 150 കൊല്ലം മുമ്പൊക്കെ നമ്മുടെ നാട്ടിൽ ഈ പന വെട്ടി പനങ്കഞ്ഞി എന്ന് പറയുന്ന ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചിരുന്നു. അപ്പോൾ ഈ പനങ്കഞ്ഞി ഞാൻ ഈ പറഞ്ഞതുപോലെ ഇവിടെ ഒരു തടിക്കഷ്ണമായിട്ട് വെച്ചിട്ട് നിങ്ങളോട് പറയാണ്, നിങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എക്സൈറ്റഡ് ആവും, അത്ഭുതപ്പെടും. നിങ്ങൾ രാവിലെ ഒരു 4 മണിക്ക് എഴുന്നേറ്റ് വരൂ, ഇത് പ്രോസസ്സ് ചെയ്ത് നിങ്ങൾക്കുള്ള ഫുഡാക്കി മാറ്റുന്നത് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ രാവിലെ ഏറ്റു വന്ന് അത് കാണും, അത് പ്രോസസ്സിന് മുഴുവൻ കണ്ടു നിൽക്കും. എന്നിട്ട് അത് വിളമ്പി ഇച്ചിരി ഭക്ഷണമായിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ നിങ്ങൾ ആ പ്രോസസ്സിൻ്റെ കൂടെ നിന്നതുകൊണ്ട് അത് രുചികരമായി കഴിക്കും. ഇത് കഴിക്കുന്നതിന് ഈ പറഞ്ഞ പ്രോസസ്സ് കാണിക്കുന്നതിനും കൂടെ ചേർന്ന് നമ്മുടെ കേരളത്തിലെ പല റിസോർട്ടുകളും $100 ഈടാക്കുന്നത്. $100 എന്ന് പറഞ്ഞാൽ 8300 രൂപയായി. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ സജീവമായിരുന്ന ഒരു ജീവിതചര്യ അതില്ലാതായി കഴിയുമ്പോൾ പുതിയൊരു തലമുറയ്ക്ക് വേണ്ടി അവതരിപ്പിക്കുന്നതും ടൂറിസമാണ്. ബിക്കോസ് അവിടെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ടൂറിസത്തിന് എന്ത് വേണം എന്ന് ചോദിച്ചാൽ, നിങ്ങൾ അറിയാത്തതെന്തോ, നിങ്ങൾ ഇതുവരെ അനുഭവിക്കാത്തതെന്തോ, നിങ്ങൾ ഇതുവരെ കേൾക്കാത്തതും കാണാത്തതും എന്തോ, ഇതൊക്കെ ഭംഗിയായി അവതരിപ്പിച്ച് അതെല്ലാം ടൂറിസമാണ്. അതാണ് CMS കോളേജ് ഇവിടെ അക്കാഡമിക് ടൂറിസത്തിലൂടെ ആവിഷ്കരിക്കുന്നത്. ഇതുവരെ സമൂഹത്തിന് പരിചിതമല്ലാതിരുന്ന ഒരാശയത്തെ, ഇതുവരെ നമ്മുടെ നാട്ടിൽ ആളുകൾ അധികം അനുഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങളെ ഇവിടെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നു. അതാണ് അക്കാഡമിക് ടൂറിസം. ഏത് വിഷയത്തിലും ടൂറിസം നമുക്ക് സാധ്യമാണ്. ഫുഡ് ടൂറിസത്തിന്റെ വലിയൊരു കാര്യമാണ്. ഹെൽത്ത് ടൂറിസത്തിന്റെ വലിയൊരു വിഷയമാണ്. ഹെൽത്ത് എന്ന് പറഞ്ഞാൽ മോഡേൺ മെഡിസിൻ മാത്രമല്ല, ആയുർവേദം പോലുള്ള ചികിത്സകൾ. ചൈനയിലേക്ക് നിങ്ങൾ ടൂറിസ്റ്റായിട്ട് ചെന്നാൽ ചൈനീസ് മെഡിസിൻ ആണ് അവിടുത്തെ ഏറ്റവും വലിയൊരു പ്രോഡക്റ്റ്. നിങ്ങൾ ടൂറിസ്റ്റായിട്ട് ചെന്നാൽ പാക്കേജ് ടൂറിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പലപ്പോഴും പല സ്ഥലങ്ങളിലും പോകാൻ പറ്റുള്ളൂ. ബീച്ചിങ്ങിലൊക്കെ അവരൊരു ടൂർ കമ്പനി നമുക്ക് തരും. ആ ടൂർ കമ്പനിയിലൂടെ നമ്മൾ യാത്ര ചെയ്യും. ഈ യാത്രക്കിടയിൽ നിർബന്ധമായിട്ട് നിങ്ങളെ 1-2 ചൈനീസ് മെഡിസിൻ്റെ ഹോസ്പിറ്റലുകളിൽ കയറ്റിയിരിക്കും. എന്നിട്ട് നിങ്ങളെ പരിശോധിക്കും, നിങ്ങളുടെ കയ്യിൽ പിടിച്ചു നോക്കും, നാഡിഞരമ്പുകൾ പരിശോധിക്കും, എന്നിട്ട് പ്രഖ്യാപിക്കും തനിക്ക് കിഡ്നിക്ക് കുഴപ്പമുണ്ട്, ഇപ്പോഴേ തുടങ്ങിക്കോണം പറയും. അതെന്താ വഴി? അപ്പോൾ കുറേ മരുന്നൊക്കെ എടുത്തു തരും. അപ്പോൾ ഇങ്ങനെ മെഡിസിനൽ പ്രാക്ടീസസ് ഇതൊക്കെ ടൂറിസത്തിൻ്റെ പ്രോഡക്റ്റാണ് ഇന്ന്. അതായത് നിങ്ങൾക്കറിയാത്ത, നിങ്ങൾ ഇതുവരെ അനുഭവിക്കാത്ത എന്തും ഏതും ടൂറിസത്തിൻ്റെ പ്രോഡക്റ്റ് ആകുന്ന ഒരു കാലം. അതിൽ തട്ടിക്കൊണ്ട് കുറേയൊക്കെ, പക്ഷേ മനുഷ്യനെ എക്സൈറ്റ് ചെയ്യുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. നമ്മൾ അതിനാണ് ലോകത്ത് വലിയ നിർമ്മിതികൾ ഉണ്ടാക്കുന്നത്, മനുഷ്യനെ അത്ഭുതപ്പെടുത്താൻ. ബുർജ് ഖലീഫ ദുബായിയുടെ മുഖച്ഛായ മാറ്റി അത് വന്നതോടുകൂടി ഇത് കാണാൻ വേണ്ടി ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കെട്ടിടം എല്ലാവരും അത്ഭുതപ്പെടുത്തും. നമ്മളിവിടെ പട്ടേൽ പ്രതിമ ഉണ്ടാക്കിയത് അങ്ങനെയൊക്കെ കണ്ടിട്ടാണ്. അതുപോലെ നമ്മൾ താജ്മഹൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണ്ടാക്കിയത് എന്തിനാണ്? ലോകത്തെ അത്ഭുതപ്പെടുത്തുക എന്നതായിരുന്നു ആ നിർമ്മിച്ച ആളുടെ ലക്ഷ്യം. നല്ലൊരു നിർമ്മിതി ഉണ്ടാക്കുമ്പോൾ എന്തിനേറെ MA യൂസഫ് അലി ലോകത്തിലെ ഏറ്റവും വലിയ, അല്ലെങ്കിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ മാൾ ഇവിടെ ഉണ്ടാക്കുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നിർമ്മിക്കുന്നത്? അത്ഭുതപ്പെടുത്തുക, സമൂഹത്തെ അത്ഭുതപ്പെടുത്തുക, ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നതിന് മാത്രമേ ഇനി സമൂഹത്തിൽ സ്ഥാനമുണ്ടാകൂ എന്ന സ്ഥിതിയിൽ എത്തിയിരിക്കുന്നു. ടൂറിസത്തിൽ മാത്രമല്ല, എവിടെയും അത് തന്നെയാണ്. വിദ്യാഭ്യാസത്തിൽ അത്ഭുതപ്പെടുത്തുന്ന സ്ഥാപനങ്ങളാണ് നമുക്ക് വേണ്ടത്. എന്തുകൊണ്ടാണ് നമ്മളുടെ ചെറുപ്പക്കാര് ഇന്ന് വിദ്യാർത്ഥികൾ പഠനത്തിനെന്ന പേരിൽ ലോകരാജ്യങ്ങളിലേക്ക് പോകുന്നത്, മറ്റു രാജ്യങ്ങളിലേക്ക് കടന്നു പോകുന്നത്? അവരെ ആ പ്രദേശം അത്ഭുതപ്പെടുത്തുന്നു, എക്സൈറ്റ് ചെയ്യുന്നു, അവിടുത്തെ ജീവിതം അവരിൽ ആവേശം കൊള്ളിക്കുന്നു. അല്ലേ? ഇവിടെ ഇരിക്കുന്ന എത്ര പേര് ബുക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഓൾറെഡി? ധൈര്യമുള്ളവർക്ക് കൈ ബുക്ക് ചെയ്യും. പോകാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? പോരല്ലോ, ഒന്നുകൂടെ ശ്രമിച്ചേ, പോരല്ലോ. അപ്പൊ എന്ത് കാരണം കൊണ്ടാണ് പോകാത്തെ? ഫിനാൻസ്. കാശ് കിട്ടിയാൽ പോയിരിക്കും. കേട്ടോ സാറേ? വെറുതെ ഇവരോടൊക്കെ പറയുന്നത്. അപ്പൊ ഒരു കാലത്തും കാശ് ഇവർക്കുണ്ടാകാതിരിക്കാൻ പ്രാർത്ഥിക്കാം. കോളേജ് തിരികെ വിട്ടുപോകും. അല്ലെങ്കിൽ നമ്മുടെ നാട് ഇപ്പോ കേരളം വിട്ടുപോകുന്ന, അല്ലെങ്കിൽ ഇന്ത്യ വിട്ടുപോകുന്ന യുവാക്കള് ഒക്കെ, ഞാൻ വേറൊരു കാര്യം കൂടെ പറയുകയാണ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു 10 വർഷം കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു 15 വർഷം കഴിയുമ്പോൾ കൊതിയോടെ ഇതൊന്നും ഓണാക്കി ഞങ്ങൾ ഇതിനൊക്കെ മാറ്റാൻ പോവുക. മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ മാറ്റം ഇന്ത്യക്കകത്ത് ജീവിക്കുമ്പോൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. നമ്മൾ മാറുന്നുണ്ട്, നമ്മുടെ സംവിധാനങ്ങൾ മാറുന്നുണ്ട്, നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മാറുന്നുണ്ട്. പക്ഷേ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ, യൂട്യൂബിലൂടെ മറ്റു രാജ്യങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ കാണുന്ന അത്ര സ്പീഡിൽ നടക്കുന്നില്ലെന്നേ ഉള്ളൂ. സാറ് അല്ലെങ്കിൽ അച്ഛൻ ഒരു 25 കൊല്ലം മുമ്പത്തെ കേരളത്തിന്റെ റോഡുകളെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ?
പാലങ്ങളെ ചിന്തിച്ചിട്ടുണ്ടോ? വാഹനങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? മൊബൈൽ ഫോണിന്റെ സാധ്യതകളെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് നോക്കൂ, അമേരിക്കയിൽ ഇറങ്ങുന്ന ടെക്നോളജി അവിടെ ലോഞ്ച് ചെയ്യുന്ന ആ സമയത്ത് ഇന്ത്യക്കാരൻ്റെ കയ്യിൽ മലയാളിയുടെ കയ്യിൽ ലഭ്യമല്ലേ? ചികിത്സ, ലോക നിലവാരമുള്ള ചികിത്സ, ഒറ്റക്കാരിയുള്ള കാശ് വേണം, ഇന്ത്യയിൽ ലഭ്യമാണ്, ലഭ്യമായി കഴിഞ്ഞു. ഇനി അത് സാർവത്രികമാകുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ നമുക്ക് അഫോർഡബിൾ ആകുക എന്നുള്ളതാണ്. നമുക്ക് അഫോർഡബിൾ ആകാനുള്ള മാർഗം എന്താ മാർഗം? എന്താണ് നമുക്ക് ഒരു അഫോർഡബിൾ ആകാൻ ഉള്ള മാർഗം എന്താണ്? ഒരു വസ്തു കുറെ വേണമല്ല, നമ്മുടെ ഈ കാശ് വേണം. നമ്മൾ കാശുണ്ടാക്കാൻ തുടങ്ങി ഈ പ്രശ്നമെല്ലാം തീരും, ഇല്ലേ? പണ്ടായിരുന്നു നമുക്കെല്ലാം റേഷൻ വേണമെന്ന് വാശി പിടിച്ചത്. ഇന്ന് പലരുടെയും വലിയൊരു ശതമാനം ആളുകളും റേഷനെ ആശ്രയിക്കാവുന്ന ജീവിതത്തിലേക്ക് മാറിയില്ലേ? 80-കളെ 90-കളെയൊക്കെ ആപേക്ഷികമായിട്ട് നോക്കുമ്പോൾ, അല്ലേ? പൊതുഗതാഗത സംവിധാനത്തിലൂടെ മാത്രമാണോ നിങ്ങളൊക്കെ ഇന്ന് യാത്ര ചെയ്യുന്നത്? അതോ സ്വന്തമായിട്ട് വീട്ടിൽ പലരുടെയും വീടുകളിൽ നിന്ന് കാറായി കഴിഞ്ഞില്ലേ? ബഹുഭൂരിപക്ഷം ആളുകളുടെയും വീട്ടിൽ എന്തെങ്കിലും ഒരു വാഹനമായി കഴിഞ്ഞില്ലേ? 80-കളിലോ 90-കളിലോ ഇതായിരുന്നോ സ്ഥിതി? എൻ്റെ ബാല്യകാലത്ത് എൻ്റെ പഞ്ചായത്തിലാകപ്പാടെ ഒരൊറ്റ ജീപ്പേ ഉണ്ടായിരുന്നു. അവിടെ രാത്രിയിൽ ആർക്കെങ്കിലും ഒരു അസുഖം വന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടി വന്നാൽ ഒരു 5 കിലോമീറ്റർ നടന്നു പോയി ഈ വണ്ടി വിളിച്ചുകൊണ്ട് വന്ന് ഇയാൾ ആശുപത്രിയിൽ കൊണ്ടുപോകണം. ഭാഗ്യം ഉണ്ടെങ്കിൽ അയാൾ രക്ഷപ്പെടും. ഇതായിരുന്നു സ്ഥിതി. ഞാൻ പറഞ്ഞത് 80-കളിലെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്, 90-കളിലെ കഥയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ നമ്മൾ കരുതരുത് നമ്മുടെ നാട് എല്ലാ കാര്യത്തിലും പുറകിലാണ്. അല്ല, ടെക്നോളജിയിൽ നമ്മൾ വളരെ മുന്നിലാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ നമ്മൾ വളരെ മുന്നിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ചെയ്യേണ്ട കാര്യം ഇതേ ഉള്ളൂ. വലിയ മാറ്റങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ മാറ്റങ്ങൾ നമ്മൾ നടപ്പാക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങണം. ആ മാറ്റങ്ങളുടെ ഭാഗമായി നമ്മൾ മാറുന്നതിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങണം. നിങ്ങൾ പോയി മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടത് ജർമ്മനിയിലല്ല, കാനഡയിലല്ല, സ്വിറ്റ്സർലൻഡിലല്ല, ഓസ്ട്രേലിയയിലല്ല, USA-യിലല്ല. നിങ്ങളീ കിട്ടിയ അറിവുകൾ, നിങ്ങൾക്ക് കിട്ടിയ വിജ്ഞാനം, നിങ്ങൾക്ക് കിട്ടിയ ലോകപരിചയം, നിങ്ങൾക്ക് കിട്ടിയ എക്സ്പോഷർ ഈ നാട്ടിലേക്ക് കൊണ്ടുവരൂ. ഈ നാടിനെ മാറ്റാൻ നിങ്ങൾ മുന്നിട്ട് നിൽക്കൂ. നിങ്ങളൊരു നേതൃത്വത്തെ കുറ്റം പറയുന്നതിന് പകരം നിങ്ങളൊരു നേതാവാകൂ. നിങ്ങൾക്ക് മുഖ്യമന്ത്രിയെ കുറ്റം പറയാം, നിങ്ങൾ മുഖ്യമന്ത്രിയാകൂ. സ്വപ്നം കണ്ടാൽ അവിടെ എത്തില്ലേ? ശ്രമിച്ചാൽ അത് സാധ്യമല്ലേ? ഈ നാടിനെ പുറത്തിറങ്ങിപ്പോയി നിന്ന് വിമർശിക്കുന്നതിന് പകരം ഈ നാട്ടിൽ നിന്ന് ആ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനാകാൻ നിങ്ങൾക്ക് കഴിയണം. പറ്റുമോ? മറ്റേത് ആർക്കും പറ്റും. വല്ലോന്റെയും കൂലി മേടിച്ചിട്ട് വല്ല നാട്ടിലും പോയി പണിയെടുത്ത് പണിക്കാരനാകാൻ അറബി നാട്ടിലേക്ക് നമ്മൾ പണ്ട് പോയിരുന്നു. നമ്മുടെ നാട്ടിലേക്ക് ഇന്നും ചിലർ വരുന്നുണ്ടല്ലേ? ആണോ? വിദ്യാർത്ഥികളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളുടെ സമൂഹത്തിൽ, നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്ക് കിട്ടുന്ന വില മറ്റൊരു നാട്ടിൽ നിങ്ങൾ അഭയാർത്ഥിയായി പോയി ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. അവിടെ ജീവിക്കുന്ന അവിടുത്തെ പൗരൻ നിങ്ങളെ കാണുക 2ാം തരക്കാരനായിട്ട് തന്നെയായിരിക്കും. സംശയമുണ്ടോ? ഉണ്ടോ? അവൻ ചിന്തിക്കുന്നത് എന്താ? ഇവന്റെ നാട്ടിൽ ചുറ്റുപാടുണ്ടായിരുന്ന ഇവനിങ്ങ വരുമായിരുന്നോ എന്നല്ലേ ചിന്തിക്കുക. ആണോ? സ്വാഭാവികമല്ലേ? നമ്മളങ്ങനെ ചിന്തിക്കാറില്ലേ പലരെ കുറിച്ച് ഇവിടെ ഇരുന്നുകൊണ്ട്? നിങ്ങൾക്കങ്ങനെ ചിന്തിക്കാനുള്ള അവകാശം ഉണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ ചിന്തിക്കാനുള്ള അവകാശമില്ലേ? അപ്പൊ തിരിച്ചറിയണം, അഭിമാനത്തോടെ സ്വന്തം നാട്ടിൽ നാടിന്റെ ഗതി മാറ്റുന്ന, തലവര മാറ്റുന്ന ആളുകളായി ജീവിക്കാൻ പറ്റുമോ നോക്ക്. അതാണ് പുതിയ തലമുറ ചെയ്യേണ്ടത്. പേടിച്ച് നാട് വിട്ടോടുന്നവരായി മാറുകയല്ല നമുക്ക് വേണ്ടത്. നമ്മൾ ചിലപ്പോൾ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും, 10-15 വർഷം എഫർട്ട് എടുക്കേണ്ടി വരും. നിങ്ങൾക്കറിയോ, നിങ്ങൾ ഈ പരിപാടിക്ക് വിളിച്ച് എന്നെ, ഞാനൊരു 12 കൊല്ലം 5 പൈസ പ്രതിഫലം ഇല്ലാതെ ഏഷ്യാനെറ്റിൽ സഞ്ചാരം കൊടുത്തിട്ടാണ് ഇന്ന് അറിയപ്പെടുന്ന സന്തോഷ് ജോർജ് കുളങ്ങര സഞ്ചാരം ഉണ്ടായത്. അങ്ങനെ ഒരു ആശയം ആദ്യം പറയുമ്പോൾ ആർക്കും വേണ്ടായിരുന്നു. ഇത് ഡോക്യുമെന്ററിയാണ്, ഇതാരും കാണില്ലെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ നിവൃത്തിയില്ലാതെ 4 വർഷം ചാനലുകളുടെ വരാന്ത തോറും നടന്ന് 2001 സഞ്ചാരം ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്യാൻ സമ്മതിച്ചു. ഒറ്റ വ്യവസ്ഥ, തനിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ചെയ്യാം, 5 പൈസ തരികയില്ല. അപ്പൊ എൻ്റെ മുമ്പിൽ 4-5 കൊല്ലം ഞാൻ ഇതിന്റെ പുറകെ നടന്നു. 10-12 രാജ്യങ്ങളിൽ പോയി 10-40 എപ്പിസോഡുകൾ ശരിയാക്കി വെച്ചു. വീട്ടുകാരുടെ മുമ്പിൽ നാട്ടുകാരുടെ മുമ്പിൽ ഇവൻ തെണ്ടിത്തിരിഞ്ഞ് നടക്കാന്നുള്ള പേരായി. ഒരു എപ്പിസോഡെങ്കിലും മനുഷ്യൻ കാണിച്ചില്ലെങ്കിൽ, ചാനലിലൂടെ സംപ്രേഷണം ചെയ്തില്ലെങ്കിൽ പിന്നെ എനിക്ക് നാട്ടിലേക്ക് കയറാൻ പറ്റാത്ത സ്ഥിതിയാണ്. എനിക്ക് പിടിച്ചു നിന്നേ പറ്റൂ, എനിക്ക് എസ്റ്റാബ്ലിഷ് ചെയ്തേ പറ്റൂ. ശരി, പൈസ വേണ്ട, നിങ്ങൾ വിട്. എനിക്കറിയാം നാട്ടുകാർ 10 എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ അവരെന്റെ കൂടെ നിൽക്കുമെന്ന്, ഇത് വിജയമാകുമെന്ന്. അങ്ങനെ പിടിച്ചു കയറി അതിന്ന് സഫാരി എന്ന ചാനലായി മാറി. ഞാൻ പറഞ്ഞത്, ഒരു ദിവസം കൊണ്ട് നിങ്ങൾ സൂപ്പർ സ്റ്റാർ ആവില്ല. ഒരു ദിവസം കൊണ്ട് കേരളം മുഴുവൻ നിങ്ങൾ മാറ്റിമറിക്കില്ല.
ഒരു ദിവസം കൊണ്ട് നിങ്ങളുടെ സ്വപ്നത്തിലുള്ളിടത്തേക്കെല്ലാം എത്തില്ല. നിരന്തരം ശ്രമിക്കുക, കൃത്യമായ ലക്ഷ്യമുണ്ടാവുക, സ്വപ്നം ദൃഢമായി കാണുക, ആ സ്വപ്നത്തെ സ്നേഹിക്കുക, പ്രയത്നിച്ചുകൊണ്ടിരിക്കുക, ആ സ്വപ്നത്തിൽ എത്തുക തന്നെ ചെയ്യും. കേരളം മാറണമെങ്കിൽ കേരളത്തിന്റെ സാധ്യതകളില്ലായ്മ കണ്ട് ഭയന്ന് നാടുവിട്ടോടുകയല്ല വേണ്ടത്. ഈ നാട്ടിൽ നിൽക്കുക, ഈ നാടിന്റെ മാറ്റത്തിന്റെ നേതൃത്വത്തിലേക്ക് വരിക. അങ്ങനെ നമുക്ക് ഈ നാടിനെ മാറ്റാം. ഈ കലാലയത്തിൽ നിന്ന് കിട്ടിയ ഈ ഊർജം, ഇവിടെ നിന്ന് കിട്ടിയ ഒരു ആവേശമുണ്ടല്ലോ, അത് പുതുമ കൊണ്ടുവരുന്ന ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്ന അനുഭവത്തിൽ നിന്ന് കേരളത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന പ്രതിഭകളായി നിങ്ങൾ മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. അക്കാഡമിക് ടൂറിസത്തിന്റെ ഭാഗമായിട്ടുള്ളത് ലിറ്റററി ഹെറിറ്റേജ് ആണ് നമ്മൾ പറഞ്ഞല്ലോ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് സീമസ് കോളേജിന്റെ ചരിത്രം. പക്ഷെ സീമസ് കോളേജിന്റെ ചരിത്രം എന്ന് പറയുന്നത് ഇന്ത്യയുടെ മോഡേണിറ്റി വന്ന ചരിത്രം. അപ്പോൾ സീമസ് കോളേജിന്റെ ചരിത്രം ഇന്ത്യയുടെ മോഡേണിറ്റിയുടെയും കേരളത്തിന്റെ എൻലൈറ്റ്മെന്റിന്റെയും ഇന്ത്യയിൽ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം ആരംഭിച്ചതിന്റെയും ചരിത്രം. അപ്പോൾ അതാണ് ഒരു പുസ്തകം. രണ്ടാമത്തേത് മലയാളത്തിലെ ആദ്യത്തെ ഡിക്ഷണറിയാണ്. ഒരുപക്ഷെ മലയാളത്തിലെ ഡിക്ഷണറി ഹെർമൻ ഗുണ്ടത്തിന്റെ ഡിക്ഷണറി എന്ന് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ ബെഞ്ചമിൻ ബെയ്ലിയുടെ അതിന് മുമ്പ് 35 വർഷം മുമ്പ് വന്ന ഈ ഡിക്ഷണറിയാണ് മലയാളത്തിലെ ആദ്യത്തെ ഡിക്ഷണറി. ഇത് ഏതാണ്ട് 100 വർഷത്തോളം ഇതിന്റെ പ്രിന്റ് അവൈലബിൾ അല്ലായിരുന്നു. 4 വർഷം മുമ്പ് കേരള ഗവൺമെന്റിന്റെ സഹായത്തോടുകൂടി നമ്മൾ അതേപടി അത് പുനഃപ്രകാശനം നടത്തി. ഇതിനുശേഷം തൊട്ട് പുറകെ വന്ന കോളിൻസ് ഡിക്ഷണറി അടുത്ത വെള്ളിയാഴ്ച നമ്മൾ പുനഃപ്രകാശനം നടത്തുകയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ മുമ്പേ പറഞ്ഞ അക്കാഡമിക് ടൂറിസം ലിറ്റററി ഹെറിറ്റേജ് എന്ന് പറയുന്ന സെക്ഷൻ നമ്മുടെ മ്യൂസിയത്തിലുള്ളതാണ്. അതിൽ 2 പ്രതീകങ്ങളാണ് സീമസ് കോളേജിന്റെ ഒരു ചെറിയ ഉപഹാരമായിട്ട് സാറിന് സമ്മാനിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഡിക്ഷണറിക്കുള്ള ഒരു പ്രത്യേകത, മലയാളത്തിന്റെ ആദ്യത്തെ ലിപി, ആധുനിക ലിപി, അതിൽ പ്രസിദ്ധീകരിച്ച 2ാമത്തെ പുസ്തകം തന്നെയാണ്. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, അധ്യാപകർ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, എല്ലാവർക്കും നമസ്കാരം. യൂത്തിൻ്റെ വലിയൊരു ഫാൻ ബേസ് ഉള്ള, ഞാൻ ഉൾപ്പെടെയുള്ള യൂത്തിൻ്റെ വലിയൊരു ഫാൻ ബേസ് ഉള്ള ഇൻസ്പയറിങ് പേഴ്സണാലിറ്റി ആയ സന്തോഷ് സാറിൻ്റെ കൂടെ ഒരു സ്റ്റേജിൽ ഒരു സീറ്റ് കിട്ടുക എന്ന് പറയുന്നത് തന്നെ എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. ഞാൻ ആദ്യം അവിടെ പോയി ഇരുന്നതാണ്. പിന്നെ മീറ്റിംഗ് തുടങ്ങിക്കഴിഞ്ഞ് സാറ് വിളിച്ചപ്പോഴാണ് ഞാൻ ഇവിടെയാണ് എൻ്റെ സ്ഥാനം എന്ന് അറിയുന്നത്. അപ്പോൾ കഴിഞ്ഞ 1 വർഷമായിട്ട് നമ്മുടെ കോളേജ് നടത്തുന്ന അക്കാദമിക് ടൂറിസത്തിൻ്റെ ഭാഗമായി NSS ഉള്ളത് കൊണ്ട് തന്നെ പ്രവർത്തിക്കാൻ സാധിച്ചതിലുള്ള സന്തോഷം ആദ്യം തന്നെ അറിയിക്കുന്നു. എന്നെപ്പോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന NSS NCC കേഡറ്റ്സ് ഒരു പരിധിവരെ എല്ലാവരും അക്കാദമിക് ടൂറിസത്തിന്റെ ഭാഗമായതാണ് ഇതിനോടകം തന്നെ. അപ്പോൾ അവരെ എല്ലാവരെയും പ്രതിനിധീകരിച്ചാണ് ഞാനിവിടെ നിൽക്കുന്നത്. നമ്മുടെ കോളേജിന്റെ അക്കാദമിക് ടൂറിസം ആരംഭിക്കുന്നത് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള കഥ പറഞ്ഞുകൊണ്ടാണ്. അത് നമ്മുടെ മെയിൻ എൻട്രൻസിന്റെ അവിടുന്ന് തന്നെ ആ കഥകൾ ആരംഭിക്കുകയാണ്. റോഡിന്റെ 2 വശത്തുമുള്ള മതിലുകൾ CMSന്റെ മാത്രമല്ല കേരളത്തിന്റെ തന്നെ ചരിത്രം പറഞ്ഞുകൊണ്ടാണ് വെളിയിൽ നിന്ന് വരുന്ന ഓരോരുത്തരെയും CMSലേക്ക് സ്വാഗതം ചെയ്യുന്നത്. കേരളത്തിന്റെ നവോത്ഥാന ചരിത്രവും CMSന് അതിലുള്ള പങ്കും ആ വഴി നമ്മൾ നടന്നു പോയാൽ തന്നെ നമുക്ക് മനസ്സിലാകുന്നതാണ്. പിന്നെ ഗേറ്റില് ഒരു മയ്യ, ഈ ഇന്ത്യയിൽ തന്നെ വിമൻ എഡ്യൂക്കേഷൻ ആദ്യം കൊണ്ടുവന്ന ഒരു കോളേജ് എന്ന നിലയിൽ ഒരു സ്ത്രീ ശില്പം നമ്മൾ ഗേറ്റിന്റെ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്, മയ്യ. ആ മയ്യയും സിംബലൈസ് ചെയ്യുന്നത് നമ്മുടെ കോളേജിന്റെ ഒരു ചരിത്രം, ഒരു കഥ തന്നെയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഇന്ററാക്ട് ചെയ്തിട്ടുള്ള ഓഡിയൻസ് ഏറ്റവും കൂടുതൽ സ്കൂൾ കുട്ടികളാണ്. 3ാം ക്ലാസ് 4ാം ക്ലാസ്സിലുള്ളവർ തൊട്ട് റിസർച്ച് സ്കോളേഴ്സ് വരെ നമ്മുടെ കോളേജ് വിസിറ്റ് ചെയ്യാറുണ്ട് പല പർപ്പസിന് വേണ്ടിയിട്ട്. ഈ പറയുന്ന ചെറിയ കുട്ടികളെ സംബന്ധിച്ച് ആദ്യത്തെ അക്വേറിയം കാണുമ്പോൾ തന്നെ അവർ വളരെ എക്സൈറ്റഡ് ആണ്. അവിടെയുള്ള ഓർണമെന്റൽ ഫിഷസിനെ കാണുമ്പോഴും
പിന്നെ ഈ മ്യൂസിയവും നമ്മുടെ ക്യാമ്പസ് കാണുമ്പോഴൊക്കെ അപ്പോൾ തന്നെ അവർ വളരെ എക്സൈറ്റഡ് ആണ്. അവരുടെ ചോദ്യങ്ങൾ വളരെ വളരെ ചെറുതാണ്. പക്ഷേ അവിടെ നിന്ന് മറ്റൊരു എക്സ്ട്രീം എന്ന് പറയുന്നത് ഓരോ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മുടെ കോളേജിൻ്റെ ആർക്കിടെക്ചർ മനസ്സിലാക്കാനും ഇവിടുത്തെ പൈതൃകം മനസ്സിലാക്കാനും ഇവിടുത്തെ ചരിത്രം മനസ്സിലാക്കാനും വേണ്ടി വരുന്നവരുണ്ട്. പല റേഞ്ചിലുള്ള ആൾക്കാരുമായിട്ട് ഡീൽ ചെയ്യാൻ സ്റ്റുഡൻസ് എന്ന നിലയിൽ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങൾക്ക് തരുന്ന ഒരു എക്സ്പോഷർ എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഞങ്ങൾ സ്റ്റുഡൻസ് ആണ് ഇവിടുത്തെ റിസോഴ്സ് പേഴ്സൺ ആയിട്ട് മാറുന്നത്. അപ്പോൾ അത് ഈ ഒരു 3 വർഷത്തെ ഒരു പഠനത്തോടൊപ്പം ഞങ്ങൾക്ക് നൽകുന്ന ഒരു എക്സ്പോഷർ, ഒരു സ്കിൽ ഡെവലപ്മെന്റ് വളരെ വലുതാണ്. അത് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഭവിക്കാൻ ഈ ഒരു അക്കാദമിക് ടൂറിസം കാരണം പറ്റിയിട്ടുണ്ട്. പിന്നെ പറയുമ്പോൾ ഏൺ വാല്യൂ ലേൺ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും കൂടെ ഇതിലേക്ക് വരുമ്പോൾ നമ്മുടെ കോളേജിൽ നിന്ന് തന്നെ നമുക്ക് പഠിക്കുമ്പോൾ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു സ്റ്റൈപ്പൻഡ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത് നമുക്ക് തരുന്ന ഒരു ഇൻസ്പിറേഷൻ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഇൻവോൾവ് ചെയ്യാനുള്ള, കോളേജുമായിട്ട് കൂടുതൽ അടുക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ വളരെ വലുതാണ്. ഇതൊക്കെയാണ് അക്കാദമിക് ടൂറിസം വഴി ഒരു സ്റ്റുഡൻ്റ് എന്ന നിലയിൽ എനിക്ക് കിട്ടുന്ന ബെനിഫിറ്റുകൾ. അപ്പോൾ വെളിയിൽ നിന്ന് വരുന്ന ഒരാളോട് ഞാൻ ആദ്യം എന്താണ് CMS, എന്തിനാണ് അക്കാദമിക് ടൂറിസം, നിങ്ങൾ എന്തിനിവിടെ വന്നു, ഞങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാനുള്ളത് എന്നറിയണമെങ്കിൽ ആദ്യം ഞങ്ങൾ എന്താണ് CMS എന്നറിയണം. ജോഷോ സാറ് കഴിഞ്ഞ ഒരു സ്കോളർഷിപ്പിന് ഒരു ഇന്റർവ്യൂവിൽ എന്നോട് ചോദിച്ച ഒരു ചോദ്യം, ആദ്യത്തെ ചോദ്യം ഇതാണ്, വൈ CMS, ഞാൻ എന്തിനാണ് CMS വന്നത്? ഇത്രയും കോളേജുകൾ കേരളത്തിലും കോട്ടയത്തും ഉണ്ടായിട്ട് ഞാൻ എന്തുകൊണ്ട് CMS സെലക്ട് ചെയ്തു എന്നാണ് സാറിനോട് ചോദിച്ചത്. അതിനുള്ള ഉത്തരം ഞാൻ വെളിയിൽ നിന്ന് വരുന്ന കുട്ടികളോട് കഴിഞ്ഞ 1 വർഷമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുള്ള ഉത്തരവാണ്. നമ്മളുടെ ചരിത്രമാകട്ടെ, നമ്മൾ ഓരോന്നിനും കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് ആകട്ടെ, വാല്യൂ ആകട്ടെ, കലയ്ക്കും മറ്റും കൊടുക്കുന്ന പ്രാധാന്യമാകട്ടെ, അത് തന്നെയാണ് CMS എന്തുകൊണ്ട് CMS മറ്റ് ക്യാമ്പസുകളിൽ നിന്ന് ഉയർന്നു നിൽക്കുന്നു എന്നുള്ളതിനുള്ള ഉത്തരം. നമ്മുടെ ഓരോ ബിൽഡിങ്ങുകൾക്കും ഓരോ കഥ, ഓരോ പൈതൃകം പറയാനുണ്ട്. നമ്മുടെ ബെഞ്ചമിൻ ബെയ്ലി മ്യൂസിയം ആകട്ടെ, നമ്മുടെ ക്യാമ്പസ് തന്നെ പ്രകൃതിയോട് ഇത്രയും ഇണങ്ങി നിൽക്കുന്ന ഒരു ക്യാമ്പസ് ഈ കേരളത്തിൽ തന്നെ വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും മനോഹരമായിട്ട് ഇപ്പോൾ പുതിയ ഇറിഗേഷൻ സിസ്റ്റം വന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്കിവിടെ എന്താണോ ഉണ്ടായിരുന്നത് അതിനെ കൂടുതൽ മനോഹരമാക്കുന്നതോടൊപ്പം എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാമെന്ന് കൂടെ പഠിച്ചിട്ടുള്ള ഡെവലപ്മെന്റുകളാണ്, ഇനിഷ്യേറ്റീവ്സ് ആണ് നമ്മൾ എടുത്തു പോരുന്നത്. അപ്പോൾ ഒരു സ്റ്റുഡൻ്റ് എന്ന നിലയിൽ അക്കാദമിക് ടൂറിസം വഴി എനിക്ക് കിട്ടിയ എക്സ്പോഷറും എനിക്ക് കിട്ടിയ സ്കിൽ ഡെവലപ്മെന്റും മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പുതിയൊരു പ്ലാറ്റ്ഫോം എന്ന നിലയിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. CMS കോളേജിൻ്റെ പ്രിൻസിപ്പൽ പ്രൊഫസർ വർഗീസ് ജോഷുവ സർ, ബർസർ റവറൻ ചെറിയൻ തോമസ് അച്ഛൻ, ഇന്നത്തെ വിശിഷ്ടാതിഥി സന്തോഷ് ജോർജ് സർ, അജീഷ് സർ, മിസ് സംയുക്ത, മുൻ അധ്യാപകർ, പ്രസന്റ് ടീച്ചേഴ്സ് ആൻഡ് ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും നമസ്കാരം. CMS കോളേജിൻ്റെ വിദ്യാഭ്യാസ യാത്രയിലെ ഈ സംരംഭമായ അക്കാഡമിക് ടൂറിസത്തിൻ്റെ ഉദ്ഘാടന വേളയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും നന്ദി പറയുക ഏറ്റവും സന്തോഷകരം തന്നെയാണ്. മികവിനോടും പുതുമയോടുമുള്ള നമ്മുടെ പ്രതിബദ്ധത തന്നെയാണ് CMS കോളേജ് എന്നും സമൂഹത്തിൽ വേറിട്ട് നിൽക്കുന്നത്. ഈ ഉദ്ഘാടന വേളയിൽ അധ്യക്ഷപദം വഹിക്കുന്നത് കോളേജിൻ്റെ പ്രിൻസിപ്പലായ ബഹുമാനപ്പെട്ട പ്രൊഫസർ വർഗീസ് ജോഷുവ സാറാണ്. അക്കാഡമിക് ടൂറിസത്തിൻ്റെ വൈവിധ്യങ്ങളെപ്പറ്റിയും വിശേഷതകളെപ്പറ്റിയും ഹൈലൈറ്റ്സും എല്ലാം ഏറെ സന്തോഷത്തോടെ സാർ നമ്മുടെ മുമ്പിൽ വിശദീകരിച്ചു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഏറ്റവും ആദരപൂർവ്വം ഞാൻ സാറിന് നന്ദി പറയുന്നു. കോളേജിൻ്റെ ബർസർ റവറൻ ചെറിയൻ തോമസ് അച്ഛൻ നമ്മുടെ എല്ലാ പ്രോഗ്രാംസിലും മുൻനിരയിൽ തന്നെ സന്തോഷപൂർവ്വമുണ്ട്. അച്ഛനെയും ഏറ്റവും ആദരവോടെ നമ്മുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ നന്ദി പറയട്ടെ. ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ വിശിഷ്ടാതിഥി ശ്രീ സന്തോഷ് ജോർജ് സർ, നമുക്കെല്ലാം വളരെ പരിചിതനാണ്, പ്രശസ്തനായ വ്യക്തിയാണ്, വിശേഷണങ്ങൾക്ക് അതീതനാണ്. സമൂഹത്തിൽ അദ്ദേഹത്തിനുള്ള സംഭാവനകൾ വിലമതിക്കത്തക്ക തന്നെയാണ്. അദ്ദേഹത്തിന് ഇന്ന് ഇതിൻ്റെ ചടങ്ങിന് വിശിഷ്ടാതിഥിയായി ലഭിച്ചത് ഏറെ സന്തോഷമാണ്, അനുഗ്രഹമായി കരുതുന്നു. അദ്ദേഹത്തിന് CMS കോളേജിൻ്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ നന്ദി പറയുന്നു. ഈ പദ്ധതി ഇവിടെ ആരംഭിക്കുന്നതോടെ ഏറ്റവും പ്രയോജനമാകുന്നത് CMS കോളേജ് കമ്മ്യൂണിറ്റി ഇവിടെ എത്തുന്ന അതിഥികളുമാണ്. കുട്ടികൾക്കിത് ക്ലാസ് റൂമുകൾക്ക് അപ്പുറത്തേക്ക്
കോളേജ് ലോകത്തിൻ്റെ സാധ്യതകൾ തുറന്നു തരുന്ന ഒരു വലിയ വാതിലുകൾ തന്നെയാണ്. അതിനാൽ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന മുൻ അധ്യാപകർ, പ്രസന്റ് ഫാക്കൽറ്റി, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ എല്ലാവർക്കും ഒറ്റ വാക്കിലെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഈ പദ്ധതി നമ്മുടെ പ്രബുദ്ധതയുടെ ഒരു വിളക്കുമാടമാകട്ടെ. വിജയകരമായി നമുക്ക് ഒരുമിച്ച് ഈ യാത്ര ആവേശകരമാക്കാം. എല്ലാവർക്കും നന്ദി പറയുന്നു. താങ്ക് യു.